നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഗ്ലോക്കോമയെ കുറിച്ചാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് കൊല്ലം ഓസാനം ഐ സെന്ററിലെ കൺസൾട്ടന്റ് ഓഫ്താൽമിക് സർജൻ ഡോക്ടർ കിരൺ ബാലഗോപാലാണ്. നമുക്ക് ഡോക്ടറിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി. ഓക്കെ ഡോക്ടർ. അപ്പോൾ ഗ്ലോക്കോമ, അതായത് നമ്മുടെ ഈ ഒരു മാർച്ച് 2ാം വാരം ഗ്ലോക്കോമ വാരമായിട്ട് തന്നെ ആചരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാരം ആയിട്ട് ഇങ്ങനെ ആചരിക്കുന്നതിന്റെ പ്രസക്തി എന്താണ്? വേൾഡ് ഗ്ലോക്കോമ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടന, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ഇങ്ങനെ ഒരു തുടങ്ങിയത്. അപ്പം പല അസുഖങ്ങൾക്കും ഇപ്പോൾ ആൾക്കാരുടെ ഇടയിലൊരു അവബോധം ഉണ്ടാക്കാനായിട്ട്, അതായത് നേരത്തെ കണ്ടുപിടിച്ചാൽ വലിയ കുഴപ്പങ്ങളില്ലാതെ തടയാൻ പറ്റുന്ന പല അസുഖങ്ങളെ പറ്റിയും ആൾക്കാരുടെ ഇടയിൽ ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ വാരാചരണം, ദിനാചരണം, അങ്ങനെ ഒരു പരിപാടി കുറേ നാളായിട്ട് ലോകത്ത് നടന്നു വരുന്നുണ്ട്. ചിലതൊക്കെ ലോകാരോഗ്യ സംഘടനയാണ് നടത്തുന്നത്, ചിലത് ഇതുപോലെയുള്ള മറ്റു ഓർഗനൈസേഷൻസ് നടത്തുന്നത്. അപ്പോൾ ലോകമെമ്പാടുമുള്ള ചെറിയ ഓർഗനൈസേഷൻസും ഡോക്ടർമാരുടെ അസോസിയേഷൻസും പേഷ്യൻസ് അസോസിയേഷൻസും അവരൊക്കെ മുൻകൈ എടുത്ത് ഇപ്പോൾ ഈ അസുഖങ്ങളെ കഴിയുന്നത്രയും നേരത്തെ നമുക്ക് കണ്ടുപിടിച്ച് തടയാൻ വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണ പരിപാടി എന്നുള്ള നിലയ്ക്കാണ് ഇത് നടത്തുന്നത്. ഗ്ലോക്കോമയുടെ കാര്യത്തിൽ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ വളരെ പ്രിവലന്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഗ്ലോക്കോമ ഉണ്ടാകാം. പക്ഷെ അതിൽ ഭൂരിഭാഗം ആൾക്കാരും തങ്ങൾക്ക് ഈ ഗ്ലോക്കോമ ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലൊരു അസുഖം ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ ജീവിക്കുന്നവരാണ്. അപ്പൊ കാഴ്ചയെ പെർമനന്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഈ ഗ്ലോക്കോമ വന്നു കഴിഞ്ഞാൽ ഈ അസുഖം കാരണം കാഴ്ച നമുക്ക് കുറഞ്ഞാൽ ആ കുറഞ്ഞ കാഴ്ച നമുക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അപ്പൊ യൂഷ്വലി ഒരു രോഗിക്ക് ഗ്ലോക്കോമ വന്നു കഴിഞ്ഞാൽ അത്രയും കാഴ്ച നഷ്ടപ്പെട്ട് ഒരു 90% കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ രോഗിക്ക് സ്വയം മനസ്സിലാകുള്ളൂ എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടോ. അപ്പൊ ആ ഒരു തരം ഗ്ലോക്കോമയെ നേരത്തെ കണ്ടുപിടിച്ച് ആൾക്കാരുടെ കാഴ്ച പോകുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവബോധ പരിപാടിയാണ് ഇത് എന്നാണ് പറയാൻ കഴിയുക. ഓക്കെ ഡോക്ടർ, നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഒരു കോൾ എത്തിയിട്ടുണ്ടായിരുന്നു, നോക്കാം. നമസ്കാരം ചേട്ടാ, ഡോക്ടർ ഉണ്ട്, സംസാരിച്ചോളൂ. നമസ്കാരം സാർ, പറഞ്ഞോളൂ. എനിക്ക് ഈ അടുത്ത സമയത്തായിട്ട് കാഴ്ചക്കൊരു മങ്ങല്. ഓക്കെ. അങ്ങനെ കണ്ണുകൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു സ്കാൻ ചെയ്തപ്പോൾ ലെഫ്റ്റ് കണ്ണിന് നീർക്കെട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി. നീർക്കെട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഗ്ലാസ് 1.75 ഗ്ലാസ് ഉണ്ട്. 2 മാസം ചെയ്തില്ല. അപ്പൊ അതിന്റെ ഇഞ്ചക്ഷൻ എടുക്കണം. ശരി എന്ന് പറഞ്ഞു. എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. ഷുഗർ ഉള്ള ആളാണോ? ഷുഗർ ഉണ്ട്. ഷുഗർ കൺട്രോൾഡാ, വർഷങ്ങളായിട്ടുണ്ട്, 10-20 കൊല്ലത്തിന് മേളിലായിട്ടുണ്ട്. ശരി. അപ്പൊ ഷുഗറുമായിട്ട് ബന്ധമില്ലെന്നാ പറഞ്ഞത്. ഓക്കെ. വേറെ കാരണം? ഷുഗറുമായിട്ട് ബന്ധമില്ല. അങ്ങനെ ആ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ട് ഞാൻ വർഷം തോറും ചെക്ക് ചെയ്യും. ഷുഗറിന്റെ ഇത് വെച്ചോണ്ടായി കണ്ണിൽ ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6.5 ഒക്കെ 3 മാസം നോക്കും. 3 മാസം ഇടയ്ക്ക്. ശരി. അപ്പൊ കണ്ണില് പ്രഷർ ഉള്ളതായിട്ട് പറഞ്ഞിരുന്നോ? കണ്ണില് പ്രഷറും ഇല്ല. പ്രഷറും നോക്കിയതാ. ശരി ശരി. പ്രഷർ ഇടയ്ക്കിടയ്ക്ക് നോക്കും. പ്രഷറും ഇല്ല. ഈ ലെഫ്റ്റ് അപ്പൊ എന്നോട് ചോദിച്ചു ഉറക്കക്കുറവുണ്ടെന്ന് ചോദിച്ചു. ഓക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് മൂത്രം ഒഴിക്കാൻ ചെറിയ പോസ്റ്റായിട്ടിന് ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ 2-3 തവണ മൂത്രം ഒഴിക്കാൻ അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ. അപ്പൊ എവിടെ നോക്കിയാലും ഒരു കണ്ണിന് മാത്രമേ കാഴ്ചക്ക് മങ്ങലുള്ളൂ. 2 കണ്ണും സ്കാൻ ചെയ്തു. അപ്പൊ ലെഫ്റ്റ് കണ്ണിനാ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് എവിടെ നോക്കിയാലും, അതെ, ലെഫ്റ്റ് കണ്ണിൽ എവിടെ നോക്കിയാലും നടുക്കൊരു കറുപ്പ് പോലെയാണോ കാണുന്നത്? അങ്ങനെയാണോ മങ്ങല്? ഇല്ല സാറേ, അത് റൈറ്റ് കണ്ണും ഇതിലൂടെ നോക്കുമ്പോൾ ലെഫ്റ്റ് കണ്ണില് നമുക്ക് ഒരു വ്യൂ വളരെ ചെറുതായിട്ടാ കാണുന്നത്. കാണുന്ന സാധനങ്ങളൊക്കെ ചെറുതായിട്ട് കാണുന്നു അല്ലേ? ചെറുതായിട്ട് കാണും. ആൾക്കാരെ നോക്കിയാലും അവരെ ചെറുതായിട്ട് കാണുന്നു. ആരെ നോക്കിയാലും. അപ്പൊ രാവിലെയൊക്കെ ബൈക്കിലൊക്കെ പോകുമ്പോ ഒരു 10-50 മീറ്റർ ദൂരമുള്ളവരെ നമുക്ക് സ്ഥിരം കാണുന്നവരെ അറിയാം, അല്ലാതെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതെ. അതായത് നമ്മുടെ ഒരു കണ്ണ് വെച്ച് നോക്കിയാൽ ആൾക്കാരെ അവരെ നോർമൽ സൈസിൽ കാണാം, മറ്റേ കണ്ണിൽ ചെറുതാണ്. 2 കണ്ണും കൊണ്ട് നോക്കുന്നത് കൊണ്ടായി കുറെ കഴിയുമ്പോ മറ്റേ കുഴപ്പമില്ലാത്ത കണ്ണിന് ഒരു സ്ട്രെയിൻ കണക്കാം, ഒരു വല്ലായ്മയാ. ശരി. ഞാൻ പറയാം സാറേ. ഈ അസുഖത്തിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടേ അത് ഗ്ലോക്കോമ എന്ന് പറഞ്ഞ അസുഖമായിട്ട് തോന്നുന്നില്ല. കണ്ണിന്റെ പ്രഷർ കൂടുമ്പോൾ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട അസുഖമാണ് ഗ്ലോക്കോമ. ഈ സാർ ഇപ്പൊ പറഞ്ഞു കേട്ട് വെച്ച ആ ലക്ഷണങ്ങൾ വെച്ച് അതെ. അപ്പൊ ഇത് കണ്ണിന്റെ റെറ്റിന അല്ലെങ്കിൽ കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കുന്ന ഒരു നീർക്കെട്ട് പോലെ തോന്നുന്നു. സെൻട്രൽ സീറസ് റെറ്റിനോപ്പതി എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ അത് സ്കാനിന്റെ പടം കണ്ടാലേ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റൂ. അപ്പൊ സാധാരണ
അതെ, പറഞ്ഞോളൂ. അല്ല, സ്കാൻ ചെയ്തപ്പോ ഇങ്ങനെ നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യണം. അതെ അതെ. അപ്പൊ ഈ നീര് വളരെ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണിന് ലേസർ ട്രീറ്റ്മെന്റോ ഇഞ്ചക്ഷനോ ആണ് ചെയ്യുന്നത്. അപ്പൊ അത് ഗ്ലോക്കോമയായിട്ട് നേരിട്ട് ബന്ധമില്ല. വേറെ ഷുഗർ പോലെയുള്ള അസുഖങ്ങളൊന്നും ഇല്ല, കണ്ണിലേക്കുള്ള രക്തക്കുഴൽ ബ്ലോക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ചെറിയ നീരൊക്കെ ആണെങ്കിൽ 3 മാസത്തിനകം തന്നെ കുറയാം. അങ്ങനെ കുറയാൻ സാധ്യത കാണുന്നില്ലെങ്കിലാണ് ഇഞ്ചക്ഷനും ലേസറും ഒക്കെ പറയുന്നത്. അപ്പൊ അതിന് ചിലപ്പോൾ ഒരു ആൻജിയോഗ്രാം കണ്ണിന് ചെയ്ത് നോക്കേണ്ടി വരാം. അപ്പൊ അത് റെറ്റിന സ്പെഷ്യലിസ്റ്റിനെയാണ് കാണേണ്ടത്. സാറിന് ഗ്ലോക്കോമ എന്ന് പറഞ്ഞ അസുഖത്തിന്റെ ലക്ഷണങ്ങളല്ല സാർ ഈ പറഞ്ഞത്. ഓക്കെ. അല്ല, എനിക്ക് ഇതിങ്ങനെ വന്നോണ്ട് അപ്പം എന്നോട് പിന്നെ പറഞ്ഞ് അത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞു. അതെ അതെ അതെ, വീണ്ടും വരാം. എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് വല്ല ഈ ടെൻഷനോ? ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല, എന്ത് ജോലിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ റിട്ടയർഡാ, ഇപ്പം ജോലിയില്ല. ഈ പോസ്റ്റേറ്റിന് ഏരിയതുള്ളതുകൊണ്ട് മൂത്രമൊഴിക്കാനായിട്ട് 2-3 തവണയൊക്കെ എനിക്ക്. അല്ല, ആ അസുഖം ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ സാധാരണ അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത് ഉറക്കം ഈ രാത്രിയിലൊക്കെ ഇല്ലാത്തവർക്കാണ് ഇത് കൂടുതൽ വരുന്നത്. അതെ, അത് പക്ഷേ ഒരു 40-50 വയസ്സുള്ളവർക്കാണ് കൂടുതലും വരുന്നത്. സാറിന്റെ റിട്ടയർ കഴിഞ്ഞിട്ടുള്ള പ്രായത്തിൽ ഈ അസുഖം വരുന്നത് അത്ര സാധാരണമല്ല. അതുകൊണ്ട് റെറ്റിന ഡോക്ടർ തന്നെ ചെക്ക് ചെയ്ത് ഇഞ്ചക്ഷൻ ആവശ്യമാണെങ്കിൽ ചെയ്യണം. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ മറ്റൊരു കോള് കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഹലോ. ഹലോ, നമസ്കാരം. ഹലോ, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ സാറേ? ഞാൻ റേഡിയോ ഓഫ് ചെയ്തിരുന്നായിരുന്നു. ആയിക്കോട്ടെ, ഡോക്ടർ കിരൺ ആണ്, പറഞ്ഞോളൂ സാറേ. എന്താ സാറിന് ബുദ്ധിമുട്ട്? ഞാൻ ബീച്ചിനടുത്തുനിന്ന് രാജുവാണ് എന്റെ പേര്. ആയിക്കോട്ടെ, നമസ്കാരം. എനിക്ക് ഗ്ലോക്കോമ ആയിരുന്നു. ഓക്കെ. അത് 95 കാലഘട്ടം മുതലേ ഉണ്ട്. ശരി. അറിയത്തില്ലായിരുന്നു. 2000 ആയപ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്തായിരുന്നു. ശരി. വലത് കണ്ണിൽ തന്നെ ആദ്യം ഓപ്പറേഷൻ ചെയ്ത് ചെയ്യാൻ പറഞ്ഞ് അപ്പോഴും നിലവിലുള്ള കാഴ്ച കിട്ടത്തുള്ളൂ. ഇടത് കണ്ണ് ചെയ്യാൻ പോയത്. അപ്പോൾ ഇടത് കണ്ണ് മൊത്തവും നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു. ശരി. ചെയ്തിട്ട് കാര്യമില്ല, വലത് കണ്ണ് ചെയ്താൽ അപ്പോഴുള്ള കാഴ്ച കിട്ടുമെന്ന് പറഞ്ഞു, നിലവിലുള്ള കാഴ്ച. ശരി. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ ചെയ്ത്. ഓക്കെ. ആ ഓപ്പറേഷനകത്ത് ചെറിയ പാളിച്ച പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം ഒരു 17 ദിവസത്തോളം ആ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. റിപ്പോർട്ടിങ് ആയിരുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയ സ്ഥലമെല്ലാം കിട്ടി വന്ന് 3 വർഷം കഴിഞ്ഞപ്പം തിമിരം ബാധിച്ചു ആ കണ്ണിൽ തന്നെ. ഇടത് കണ്ണിന് ശേഷം കാണത്തില്ല. അതെ, ഗ്ലോക്കോമയുടെ ഓപ്പറേഷൻ ചെയ്ത കണ്ണില് തിമിരം വന്നു. എന്നിട്ട് തിമിരം ഓപ്പറേഷൻ ചെയ്ത അങ്ങനെ 2ാമത് അവിടെ കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞത് ഒരു അതിശയമാണല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ഓപ്പറേഷൻ ചെയ്തു. ശരി. അത് കഴിഞ്ഞ് ആ തലവിൽ ഇങ്ങനെ വെക്കൊണ്ടിരുന്ന് വീണ്ടും 2003 ഈ തിമിരം ബാധിച്ചത്. ശരി. 2006 അടുത്ത 3ാമത്തെ ഓപ്പറേഷൻ ചെയ്യാൻ പോയി. യൂറിൻ ഇൻഫെക്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പഴുപ്പ് കണ്ണിൽ കയറി. യൂറിൻ ഇൻഫെക്ഷന്റെ മരുന്നെല്ലാം കഴിച്ച് മാറിയായിരുന്നു. അത് കഴിഞ്ഞ് ഈ പഴുപ്പ് കണ്ണിൽ കയറി. അങ്ങനെ ഒരു നമ്മുടെ കൊല്ലത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് അവര് പഴുപ്പ് കുത്തിയെടുത്ത് കണ്ണിന്. കുത്തിയെടുത്ത് ലാബിൽ കൊടുത്ത 3 ദിവസം കഴിഞ്ഞേ കിട്ടത്തോളം എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് നിശേഷം കണ്ണിന് കാഴ്ച ഇല്ലാതായി. ഒരു കണ്ണിനും കാഴ്ചയില്ലാതായി. 2 കണ്ണിനും നിശേഷം കാഴ്ചയില്ലാതായി. ശരി. അങ്ങനെ ഈ 2006 രണ്ടാമത് വീണ്ടും ഈ ആദ്യം ഓപ്പറേഷൻ ചെയ്തെടുത്ത് തന്നെ ഈ 3ാമത്തെ ഓപ്പറേഷന് അവിടെ തന്നെ കൊണ്ടുവന്ന് ഈ പഴുപ്പ് കുത്തിയെടുത്തെടുത്ത് പറഞ്ഞു. ശരി. അപ്പോൾ നമ്മൾ ഈ ഇത് വാങ്ങിക്കാനായിട്ട് റിസൾട്ട് വാങ്ങിക്കാനായിട്ട് എനിക്കത് അവിടെ ചെന്നപ്പോ അവര് വഴക്ക് പറഞ്ഞു, ഇങ്ങനെ കണ്ണിന് പഴുപ്പെടുക്കാൻ കുത്തിയെടുക്കാൻ സമ്മതിച്ചെന്ന്. ശരി. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടല്ലോ, അങ്ങനെ സംഭവിച്ചതാണെന്ന് പറഞ്ഞ് പിന്നെ ഇവിടുത്തെ റിസൾട്ട് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വേറെ ആളിനെ അറേഞ്ച്മെന്റ് ചെയ്ത് റിസൾട്ട് വാങ്ങിച്ച് അവിടെ കൊണ്ടുവന്ന് കൊടുത്ത് കൊടുത്തപ്പോ ഇവര് ഓപ്പറേഷൻ ചെയ്യത്തില്ല, കണ്ണെടുത്ത് കളയണമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ നമുക്ക് എന്റെ വൈഫൊക്കെ പറഞ്ഞത് വേണ്ട, ഡോക്ടർ അത് ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ അവര് ചെയ്യത്തില്ല. അങ്ങനെ പലരെയും കൊണ്ടൊക്കെ പറയിപ്പിച്ച് എല്ലാം റെഡിയാക്കി ഓപ്പറേഷൻ ചെയ്ത്. ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് 108 ദിവസം വരെ നിശേഷം കാഴ്ചയില്ലായിരുന്നു. ഇത് കഴിഞ്ഞ് വീണ്ടും ഒരു ചെറിയ തെളിവൊക്കെ വന്നു. അങ്ങനെ പല ഹോസ്പിറ്റലുകളിലും ഞാൻ പോയി ഇറങ്ങി പിന്നെ ആ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ട്. ഇപ്പൊ ഒട്ടും കണ്ടൂടാ, 2 കണ്ണിലും ഒട്ടും കാണത്തില്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ വർഷം ഒക്ടോബർ 17-ാം തീയതി ഞാൻ എന്റെ ഈ ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നു, ഈ ഫോണിനകത്തൊക്കെ ഞാൻ പട്ടത്തിന്റെ ബിസിനസ്സാണ്. ശരി. ബീച്ചിൽ പട്ടം ഉണ്ടാക്കി കൊടുത്തുള്ള ഹോൾസെയിലായിട്ടും ഒക്കെ കൊടുക്കും. അങ്ങനെ ആളിനെ നിർത്തിയൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ ഇത് കണ്ടിട്ട് ഒരു മേഡം തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു,
നിങ്ങൾക്ക് കാഴ്ച കിട്ടും വന്നാൽ ഞാൻ റെഡിയാക്കാന്ന് പറഞ്ഞ ആയുർവേദ ചികിത്സ. ശരി. അത് ഒരു 10 ആഴ്ച പോയി. കുറച്ച് കളിപ്പിക്കലായിരുന്നു എന്നുള്ളത് മനസ്സിലായതിനു ശേഷം തിരിച്ച് ഒരു ഓട്ടോറിക്ഷക്കാരൻ ദേവദൂതനെ കണക്ക് വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടാക്കിയ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു ഇവിടെ എന്താ അത് ഇന്നതാണ് അവർക്ക് അറിയത്തില്ല. അങ്ങനെ പറഞ്ഞ് വേറെ ഇടത്തോട്ട് നമ്മളെ ഇത് ചെയ്ത് അവിടെ പോവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് 3 മാസം കൂടും. ഇത്ര ദൂരമായതുകൊണ്ട് 3 മാസം കൂടുമ്പോഴാണ് ചെല്ലുന്നത്. ഈ നിശേഷം കാഴ്ചയില്ലാത്ത എനിക്ക് കഴിഞ്ഞ തവണ ചെന്നപ്പോഴത്തേക്ക് ചെറിയൊരു അനക്കം വെച്ചു. കറക്റ്റ് ഒരു വർഷം 15-ാം തീയതി ഇന്നായപ്പോ അവിടെ പോയിട്ടായി. അതായത് രണ്ടാമത്തെ അടുത്ത് പോയിട്ട് കഴിഞ്ഞ മാർച്ച് 15 ബുധനാഴ്ചയായിരുന്നു പോയത്. അങ്ങനെ ഇന്നായപ്പം ഒരു വർഷം അവിടുന്ന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞു. മരുന്ന് കണ്ണിലൊഴിക്കുന്നത് കൊണ്ട് കഴിക്കുന്ന ഗുളികയുണ്ട്, പിന്നെ ചൂട് പിടിക്കുന്നുണ്ട്, ആയുർവേദമാണ്. അങ്ങനെ എനിക്ക് വലത് കണ്ണില് ചെറിയൊരു അനക്കം പറ്റുന്നു. ഡോക്ടർ പറഞ്ഞെങ്കിലും എനിക്ക് ഈ ഫോണിന്റെ ചെറിയ കീപാഡ് ഫോണാണ്. ആ ഫോണിനകത്ത് ലൈറ്റ് അടിക്കുന്നതൊക്കെ എനിക്ക് കാണാം. ചെറിയ ഫ്ലാഷ് അടിക്കുന്നതൊക്കെ കാണാം. അല്ലാതെ ട്യൂബ് ലൈറ്റ് കത്തിക്കിടന്നാലോ ഒന്നും എനിക്ക് കാണത്തില്ല. ട്രെയിൻ വരുന്ന ട്രെയിനിന്റെ വെട്ടം പോലും എനിക്ക് കാണത്തില്ല. അത്രയ്ക്ക് എനിക്ക് ഇപ്പൊ ചെറിയൊരു ഫ്ലാഷ് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പം ഈ തവണ പോയപ്പോഴത്തേക്ക്, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച ഫെബ്രുവരി 22 വ്യാഴാഴ്ച പോയപ്പം ടോർച്ച് അടിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഈ വലത് കണ്ണിന് ചെറിയൊരു അനക്കമുണ്ട്, അതുകൊണ്ട് നമുക്ക് അടുത്ത തവണ കിഴിയിടാന്ന് പറഞ്ഞു. കണ്ണ് കെട്ടി വെച്ചിട്ട് ചികിത്സ നടത്താന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ സന്തോഷമായിട്ട് ഇവിടെ വീട്ടിൽ വന്ന് അതിനുശേഷം ഇപ്പൊ ഇത്രയും ദിവസമായി 22 ദിവസം വരെ ആയി. പക്ഷെ എനിക്ക് ഇച്ചിരിയും കൂടെ മാറ്റം തെളിവായിട്ട് തോന്നുന്നു. അപ്പൊ ഞാൻ ഡോക്ടറോടൊക്കെ ചോദിക്കാൻ വിളിച്ച കാര്യം, ഞാൻ എത്ര 2% കിട്ടിക്കാണുമെന്നാണ് എന്റെ ഒരു ഉദ്ദേശം വലത് കണ്ണിന്. അപ്പൊ നമ്മള് അവിടെ ഈ വെളിയിൽ നമ്മൾ ഈ ഗ്ലാസ് വെക്കാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്യുന്നോണ്ട് ദൂഷ്യമുണ്ടോ? ഇല്ല, ഗ്ലാസ് വെക്കാനായിട്ട് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ദൂഷ്യമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ സാർ ഈ പറഞ്ഞു കേട്ടിടത്തോളം മനസ്സിലാവുന്നത് സാറിന്റെ കണ്ണിനകത്ത് ഇൻഫെക്ഷൻ കയറി ബാക്ടീരിയ കാരണമുള്ള ഇൻഫെക്ഷൻ വന്ന പോലെയാണ് തോന്നുന്നത്. അപ്പൊ അത് കാരണം ഇത്രയും കാഴ്ച കുറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ മൊബൈൽ ഫോണിന്റെ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ലൈറ്റ് മാത്രം കാണുന്നുള്ളൂ, അത് വല്ലപ്പോഴും കാണാമെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു സ്ഥിതിക്ക് അത് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ കാഴ്ച തെളിയാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായി? കാഴ്ച തെളിയാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ലൈറ്റ് മാത്രമല്ലേ അറിയുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ഇപ്പൊ കണ്ണിന്റെ അടുത്ത് ന്യൂസ് പേപ്പർ പിടിക്കുമ്പോൾ ന്യൂസ് പേപ്പറിലെ വലിയ അക്ഷരങ്ങൾ മങ്ങിയെങ്കിലും കാണുകയാണെങ്കിൽ ഒരുപക്ഷെ ഗ്ലാസോ അല്ലെങ്കിൽ ഈ കാഴ്ച കുറവുള്ള ആൾക്കാർക്ക് വേണ്ടി വെക്കുന്ന ശക്തി കൂടിയ ലെൻസുകളുണ്ട്, ലോ വിഷൻ എയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ചെറിയ ഉപകരണങ്ങളാണ്, മാഗ്നിഫൈങ് ഗ്ലാസ് പോലെയുള്ള ഭൂതക്കണ്ണാടി പോലെയുള്ള സാധനങ്ങളാണ്. അതൊക്കെ വെക്കുകയാണെങ്കിൽ ചെറിയ സാധ്യതയെങ്കിലും ഉണ്ട്. പക്ഷെ ഈ ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഗ്ലാസ് പരിശോധിക്കാം. പക്ഷെ ഗ്ലാസ് വെച്ചതുകൊണ്ട് കാഴ്ച തെളിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പോ ചികിത്സ തുടരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത് ഗ്ലാസ് വെക്കുന്നതുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പോഴത്തെ കാഴ്ചയുടെ സ്ഥിതി, എത്ര ശതമാനം കാഴ്ച ബാക്കിയുണ്ട്, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ അതിനുവേണ്ടി. അല്ല, ഞാനിത് ചെക്ക് ചെയ്യുന്നതിനകത്ത് ദൂഷ്യമുണ്ട്. വേറെ മരുന്ന് എനിക്ക് ഒഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് അത് ചെക്ക് ചെയ്യുന്നതിന് ദൂഷ്യമൊന്നുമില്ല. ചെക്ക് ചെയ്യുന്നതിന് യാതൊരു ദൂഷ്യമില്ല. മരുന്നൊഴിക്കാതെ ചെക്ക് ചെയ്യാമല്ലോ. മരുന്നൊഴിക്കാതെ ചെക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ശരി സാർ. എനിക്ക് കളർ ഫ്ലാഷ് ആയിട്ട് റെഡ് ഇങ്ങനെ കളർ ചില സമയങ്ങളില് മനസ്സിലായി. ഫ്ലാഷ് അടിക്കുന്ന പെട്ടെന്ന് നല്ല തെളിച്ചത്തോടെ കളർ വരും, ഒരു മിന്നായം കിടക്കാൻ. മനസ്സിലായി. ഇപ്പൊ കണ്ണിന്റെ ഞരമ്പിന്റെ ഏതോ ചില ഭാഗങ്ങൾ മാത്രം വർക്ക് ചെയ്യുന്നതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ സാർ ഒരു ദിവസം കണ്ണട അല്ലെങ്കിൽ കാഴ്ച ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. ഇപ്പൊ ഉള്ള നിലയെങ്കിലും നമുക്കറിയാം. പണ്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് കണ്ണട വെച്ചായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ എങ്ങും കാഴ്ച കിട്ടത്തില്ല എന്നുള്ള ഉറപ്പൊക്കെ പറഞ്ഞ് 10 വർഷത്തോളം മരുന്നും ടിമോളിക്കായിരുന്നു ഒഴിച്ചോണ്ടിരുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കണ്ണട വെച്ചാൽ കാഴ്ച കൂടാൻ സാധ്യതയില്ല. പക്ഷെ ഇപ്പൊ ഉള്ള കാഴ്ച എത്ര ശതമാനം ഉണ്ട് എന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ നമുക്ക് കൂടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഒരു ഉറപ്പ് വേണ്ടേ ചികിത്സയൊക്കെ ചെയ്യുമ്പോഴേ. പിന്നെ നമ്മള് ആധാറിന്റെ കാര്യത്തിനൊക്കെ പോയപ്പോഴേ സ്കാൻ ചെയ്യാൻ അവിടെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അതിനുശേഷം കാഴ്ചയില്ല എന്ന് പറഞ്ഞ് അവർ അതിൽ കൂടെ ചെക്ക് ചെയ്തപ്പോ അവര് പറഞ്ഞ് സ്കാൻ കിട്ടത്തില്ല, കാഴ്ച ഉണ്ട്, അല്ലെങ്കിൽ ഇതാവത്തില്ല എന്ന് പറഞ്ഞു. മനസ്സിലായി. ശരി. അപ്പൊ ശരി സാർ.
ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ, ഗ്ലോക്കോമ എന്ന് പറയുന്നത് കാഴ്ചയുടെ നിശബ്ദ കൊലയാളി എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കിപ്പോൾ മുന്നേ വിളിച്ച രാജുചേട്ടൻ പറഞ്ഞത് കാഴ്ച അന്ധതയിലേക്ക് പോവുകയായിരുന്നു, പിന്നെ ഒരു പ്രതീക്ഷ തന്നു എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? അപ്പൊ ഇപ്പൊ വിളിച്ച രാജു എന്ന അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി അദ്ദേഹം വളരെ നേരം നമ്മോട് സംസാരിച്ചു. അപ്പൊ അത് എല്ലാവരും കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ ഇന്ററപ്റ്റ് ചെയ്യാതിരുന്നത്. അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ്. എന്നാൽ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഗ്ലോക്കോമ രോഗി പറയുന്ന ഹിസ്റ്ററിയാണ്. അതായത് അദ്ദേഹത്തിന് ഒരു കണ്ണിന്റെ കാഴ്ച നിശേഷം നഷ്ടപ്പെട്ട് മറ്റേതും ഏകദേശം നഷ്ടപ്പെടാറാകുന്ന ആ ഒരു സമയത്താണ് ഇദ്ദേഹത്തിന് ഗ്ലോക്കോമ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ഇദ്ദേഹത്തിന് പോലും ഒരു മങ്ങൽ തോന്നിയത് അപ്പോഴായിരിക്കും. പല ആൾക്കാർക്കും ഈ പ്രായം കൂടുന്തോറും പ്രായം കൂടുകയല്ലേ, വയസ്സാവുകയല്ലേ, നമ്മുടെ ബോഡി പഴയതാവുകയല്ലേ, അപ്പൊ അത് കാരണം കാഴ്ച കുറയും, തിമിരമായിരിക്കും, തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവുമല്ലോ, അങ്ങനെയുള്ള ഒരു ധാരണയിൽ ആൾക്കാർ വെയിറ്റ് ചെയ്യും. അപ്പൊ ആൾക്കാർ ഒരിക്കലും ഒരു അങ്ങേയറ്റം പറ്റാതെ പല ആൾക്കാരും പോയി ഒരു പരിശോധന നടത്തില്ല. അപ്പോ ഇദ്ദേഹത്തിന് ഒരുപക്ഷെ റെഗുലറായിട്ട് എല്ലാ വർഷവും ചെയ്യുന്ന പരിശോധന ചെയ്തിരുന്നെങ്കിൽ ആദ്യത്തെ കണ്ണിന് പോലും കാഴ്ച നഷ്ടമാവുന്നതിന് മുമ്പ് കണ്ടുപിടിക്കാമായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ ഈ കണ്ണ് കാഴ്ച നിയർലി 90% കുറഞ്ഞു കാണും. അതിനുശേഷമായിരിക്കും ഇദ്ദേഹം ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ അത് ആദ്യം നമ്മൾ ഗ്ലോക്കോമ കൺട്രോൾ ചെയ്യാൻ തുള്ളിമരുന്നാണ് ഉപയോഗിക്കുന്നത്. പലതരം തുള്ളിമരുന്നുകളുണ്ട്. ഇദ്ദേഹം ഉപയോഗിച്ചത് ടിമോലെറ്റ് എന്ന് പറഞ്ഞ തുള്ളിമരുന്ന് സാധാരണ കൊടുക്കുന്നത്, വിലയും കുറവാണ്. അപ്പൊ ഇദ്ദേഹം ഈ മരുന്ന് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ മരുന്നുകൾ ഒഴിച്ചിട്ട് പ്രഷർ നിയന്ത്രണത്തിൽ അല്ലാത്തത് കൊണ്ടാണ് ഈ ഗ്ലോക്കോമയുടെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നത്. അപ്പൊ ഈ ഗ്ലോക്കോമയുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർജറി അല്ല. ഈവൻ തിമിരത്തിന്റെ ഓപ്പറേഷൻ പോലും ഇപ്പൊ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. പക്ഷെ തിമിരത്തിന്റെ ഓപ്പറേഷൻ നമ്മൾ ഇന്ന് ചെയ്യുന്നു, രാവിലെ ചെയ്യുന്നു, ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോകുന്നു, അടുത്ത ദിവസം രാവിലെ കാഴ്ച ക്ലിയർ ആണ്. അങ്ങനെയാണ് യൂഷ്വലി വരുന്നത്. പക്ഷെ ഗ്ലോക്കോമയുടെ ഓപ്പറേഷൻ അങ്ങനെ അല്ല, അത്ര സിമ്പിൾ അല്ല. ഇച്ചിരി സമയം എടുക്കും, കുറച്ച് ബ്ലഡ് ഒക്കെ വരും. അത് അത്ര പ്രെഡിക്റ്റബിളും അല്ല. അതായത് നമുക്ക് ഇന്ന് ഓപ്പറേഷൻ ചെയ്തു, നാളെ എന്തായാലും കാഴ്ച കൂടില്ല. കാരണം കാഴ്ച കൂടാൻ വേണ്ടിയല്ല ഓപ്പറേഷൻ ചെയ്യുന്നത്, കണ്ണിലെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഗ്ലോക്കോമയുടെ മാത്രം ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ യാതൊരു നിവൃത്തിയില്ല, മരുന്നിൽ നിൽക്കുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഓപ്പറേഷൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവാനും മറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അത് ഓപ്പറേഷനിലെ പാളിച്ചെന്ന് പറയാൻ പറ്റില്ല. ഓപ്പറേഷൻ ടെക്നിക്കലി അങ്ങനെയാണ്, ഓരോ കണ്ണും ഓരോ രീതിയിലാണ്. അപ്പൊ നമ്മൾ കണ്ണിനകത്ത് നിന്ന് കണ്ണിനുള്ളിലെ ദ്രാവകം വെളിയിലേക്ക് ഒഴുകാൻ ഒരു വഴി തുറന്നു വെക്കുകയാണ് ചെയ്യുന്നത്. ആ വഴി താൽക്കാലികമായി തുറന്നിരിക്കാം, കുറച്ചാൾ കഴിഞ്ഞാൽ അടഞ്ഞു പോകാം, വീണ്ടും പ്രഷർ കൂടാം, വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരാം. 5-6 തവണ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നിട്ടുള്ള രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഏത് ഓപ്പറേഷൻ കണ്ണിന് ചെയ്താലും കണ്ണിനകത്തൊരു ലെൻസ് ഉണ്ട്, ആ ലെൻസിന് നേരത്തെ തിമിരം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് തിമിരം വരികയും ആ തിമിരം ഓപ്പറേഷൻ ചെയ്യേണ്ടി വരികയും ചെയ്തത്. ഇപ്പൊ ഗ്ലോക്കോമയുടെ ഓപ്പറേഷൻ ചെയ്ത ഒരു കണ്ണില് തിമിരം ഓപ്പറേഷൻ ചെയ്യുന്നത് കുറച്ചും കൂടെ റിസ്കിയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഗ്ലോക്കോമ കൺട്രോൾ ആയിരുന്ന ഗ്ലോക്കോമ പോലും കൺട്രോൾ പോകാൻ സാധ്യതയുണ്ട്, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും പഴുപ്പുണ്ടാവാനും സാധ്യതയുണ്ട്. ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഇദ്ദേഹത്തിന് യൂറിനറി ഇൻഫെക്ഷൻ എന്തോ ഉണ്ടായിരുന്നു. ആ ഇൻഫെക്ഷൻ ബ്ലഡ് വഴിയാണ് ഈ കണ്ണിലേക്ക് ബാധിച്ചതെന്നാണ് തോന്നുന്നത്. അത് പക്ഷേ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാതെ അതിനെപ്പറ്റി കമന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ്. അതിന്റെ ഏർലി ഡയഗ്നോസിസ് നടന്നിരുന്നെങ്കിൽ, നേരത്തെ ഈ അസുഖം ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു കണ്ണിനെങ്കിലും ആ കാഴ്ച നമുക്ക് നിലനിർത്താൻ പറ്റിയേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇദ്ദേഹം കഷ്ടമാണെങ്കിലും ഇദ്ദേഹം ഇന്ന് വിളിച്ചത് ബാക്കി കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഒരു പാഠമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഡോക്ടർ, നമുക്ക് എന്തായാലും മറ്റൊരു കോള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഡോക്ടർ ഉണ്ട്, സംസാരിച്ചോളൂ. നമസ്കാരം സാറ്, സംസാരിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. എനിക്ക് നമ്മളെ ആ കൊറോണ സമയത്ത് ഇടത്തെ കണ്ണിന്റെ ഒരു മങ്ങൽ പോലെ വന്നായിരുന്നു. അങ്ങനെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് അവിടുന്ന് ഒരു തുള്ളിമരുന്ന് തന്നായിരുന്നു. അത് 2-3 മാസം ഒഴിച്ചിട്ട് കുറവില്ലായിരുന്നു. ശരി. അങ്ങനെ പിന്നെ വേറെ കണ്ണാശുപത്രി കൊണ്ട് കാണിച്ചു. ശരി. അങ്ങനെ അവിടുത്തെ ടെസ്റ്റ് എല്ലാം ചെയ്ത് സ്കാൻ എല്ലാം ചെയ്തപ്പം നരമ്പിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ശരി. കണ്ണിൽ പ്രഷറുണ്ട്. ശരി. അന്നേരം മരുന്നിനെ കുറിച്ച് അന്നിപ്പോ 3 സൈസ് മരുന്നുണ്ട്. രാവിലെ വൈകിട്ട് ഓരോ തുള്ളി വെച്ചും രാത്രി 9 മണിക്ക് ഒരു തുള്ളി മരുന്ന്. ശരി. വില കൂടിയത് അത് ഒഴിച്ചോണ്ടിരിക്കുക. ഇടത്തെ കണ്ടപ്പോ കംപ്ലീറ്റ് കാഴ്ചയില്ല. ശരി. ശരി. അതെന്തെങ്കിലും ശരിയാവോ മറ്റേ വലത്തെ കണ്ണിനെ ബാധിക്കും എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഇപ്പൊ 2 കണ്ണിലും മരുന്ന് ഒഴിക്കാനാണോ പറഞ്ഞിരിക്കുന്നത്? 2 കണ്ണിലും മരുന്ന് ഒഴിക്കാൻ പറഞ്ഞു. രാത്രി 9 മണിക്ക് ഒഴിക്കുന്ന മരുന്ന് ഇച്ചിരി വില കൂടിയൊരു മരുന്നാണോ? വില കൂടിയതാ. ശരി. അപ്പൊ 2 കണ്ണിൽ ഈ 3 മരുന്നുകൾ ഒഴിക്കുന്നുണ്ട് അല്ലേ?
ഒഴിക്കുന്നുണ്ട്. ശരി ശരി ശരി. ഇപ്പൊ കണ്ണിന് ഒരു കണ്ണിന് നിശേഷം കാഴ്ചയില്ലേ? എന്തെങ്കിലും കാണാമോ? ഒരു ചെറിയ മിന്നായം പോലുണ്ട്. മറ്റേ കണ്ണിനോ? മറ്റേ കണ്ണിന് ചെറിയ അക്ഷരങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. ശരി. ദൂരെയുള്ളതൊക്കെ കാണാമോ? ആൾക്കാരെയൊക്കെ കാണാം, ടി വി ഒക്കെ കാണാം. ദൂരെയുള്ളത് കാണാം, വ്യക്തമാവത്തില്ല. ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് കണ്ണട വെച്ചിട്ടുണ്ടോ? കണ്ണട വെച്ചിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പരിശോധിച്ചപ്പോ ഈ കണ്ണിൽ പ്രഷർ ഉണ്ടെന്നല്ലാതെ കണ്ണിൽ തിമിരം ഉണ്ടെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല, അതിനെപ്പറ്റി പറഞ്ഞു. നരമ്പിന് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ശരി. അച്ഛൻ എത്ര വയസ്സായി? എനിക്ക് 49. വേറെ ഷുഗർ, BP, കൊളസ്ട്രോൾ അങ്ങനെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? അത് നോക്കിയിട്ടില്ല. അതില്ല, പ്രഷറൊക്കെ കുറവാന്നാ പറഞ്ഞത്. നോക്കിയപ്പോഴേ ഹെൽത്തിൽ നിന്ന് നോക്കും. ഇവിടെ വീട്ടിൽ വന്ന് നോക്കും. ശരി ശരി ശരി. പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞ ഇതപ്പോ ഇതിനെപ്പറ്റി ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഞാൻ പറയാം. അതായത് ഇപ്പൊ അച്ഛൻ ഒഴിക്കുന്നത് കണ്ണിന്റെ പ്രഷർ കുറയ്ക്കാനുള്ള മരുന്നുകളാണ്. അപ്പൊ നമ്മുടെ കണ്ണിനകത്ത് കണ്ണൊരു ബലൂൺ പോലെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫുട്ബോൾ പോലെ ആണെങ്കിൽ, ഈ ഫുട്ബോളിനകത്ത് വായു ആണല്ലോ. അപ്പൊ ഈ വായു ഫുട്ബോളിനകത്തുള്ള ഒരു പ്രഷറുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കാറിന്റെ ടയറിനകത്ത് പ്രഷറിലല്ലേ വായു അടിച്ചു കയറ്റുന്നത്. അതുപോലെ കണ്ണിനകത്തൊരു പ്രഷറുണ്ട്, നമ്മുടെ കണ്ണിന്റെ ഗോളത്തിനകത്ത്. അപ്പൊ ആ പ്രഷർ ഒരു പരിധിയിൽ കൂടുതൽ കൂടിയാൽ കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കാം. അപ്പോൾ സാറിന്റെ കണ്ണിന്റെ പ്രഷർ ഏതായാലും കൂടുതലാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ആ പ്രഷർ ഒരു കണ്ണിന്റെ ഞരമ്പിനെ ബാധിച്ച് അതിന്റെ ശക്തി മുഴുവൻ പോയത് കാരണമാണ് അതിന് കാഴ്ച പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ കാഴ്ച പോയാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ അസുഖം രണ്ട് കണ്ണിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ സാറിന് മറ്റേ കണ്ണിൽ കൂടെ ഈ മരുന്ന് ഒഴിക്കാൻ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് മനസ്സിലാവുന്നത് മറ്റേ കണ്ണിലും ഈ ഗ്ലോക്കോമ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മരുന്നുകൾ മുടക്കം കൂടാതെ ഒഴിക്കണം എന്നുള്ളതാണ്. പിന്നെ വേറെ ആദ്യമേ ഒരു ക്ലാസ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഈ ജോലിക്ക് പോകാൻ പറ്റത്തെന്ന് പറഞ്ഞപ്പം അത് കുറിച്ചിട്ട് വേറെ ഇപ്പൊ 2 ഗ്ലാസ് ഉള്ള രീതിയിൽ ഒരു ഗ്ലാസ് ഇട്ടേക്കുന്നത്. അതെ, മുകളിലും താഴെ ഒരു ലെൻസ് ഉള്ള രീതിയിൽ. മനസ്സിലായി. എന്താ ജോലി? എനിക്ക് കെട്ടിട നിർമ്മാണത്തിന്റെ മേശിരിപ്പണിയായിരുന്നു. മേശിരിപ്പണിയാ. ഇപ്പൊ ആ ജോലി ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഇല്ല, ഒന്നും കാണാൻ, ഇരുട്ടായ ഒന്നും കാണാൻ പറ്റത്തില്ല. ശരി ശരി. ഇപ്പൊ ഈ കാണുന്ന കണ്ണ് പോലും നല്ല തെളിച്ചം ഇല്ല, അതിനും മങ്ങല അല്ലേ? ഇല്ല. ശരി. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ചെയ്യാനുള്ളതെന്ന് വെച്ചാല്, ഓരോ പ്രാവശ്യം ഡോക്ടറെ അടുത്ത് ചോദിക്കുമ്പോൾ, ഡോക്ടറിനെ കാണുമ്പോൾ കണ്ണിലെ പ്രഷർ എത്രയാണെന്ന് ഡോക്ടറായിട്ടൊന്ന് സംസാരിക്കണം. പ്രഷർ കൺട്രോൾ ആണോ അല്ലയോ എന്നുള്ളത് ചോദിക്കണം. നമ്മുടെ കണ്ണിലെ പ്രഷർ 21 വരെയാണ് നോർമൽ വാല്യൂ. അപ്പൊ അപ്പൊ എത്ര പറഞ്ഞു? മെനിങ്ങാന്ന് പോയപ്പം 18.7 24.5. അപ്പൊ ആ കാഴ്ച ഇല്ലാത്ത കണ്ണാണ് 24.5 എന്ന് വിശ്വസിക്കുന്നു അല്ലേ? അപ്പൊ നമ്മൾ 21 താഴെയാണ് നോർമൽ. പക്ഷെ എങ്കിലും ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ, ഗ്ലോക്കോമ കാരണം കുറച്ച് ഞരമ്പിന് തകരാറുണ്ടെങ്കിൽ അതൊരു 15 താഴെ നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ കണ്ണിൽ പ്രഷർ നോക്കുന്ന ഒരുപാട് രീതികളുണ്ട്. ഇത് അച്ഛൻ പറഞ്ഞു കേട്ടിട്ട് ഒരു കട്ടിലിൽ മലന്ന് കിടന്ന് കണ്ണിലൊരു ഉപകരണം വെച്ച് പ്രഷർ നോക്കിയതാണെന്ന് തോന്നുന്നു. അത് നോക്കുമായിരുന്നു. അത് ആദ്യമേ പമ്പ് ചെയ്തായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. കാറ്റടിച്ച് ഇടയ്ക്ക് പിന്നെ ചെല്ലുമ്പോൾ നമ്മളെ കണ്ണ് മരുന്ന് ഒഴിച്ചിട്ട് ഒരു സൂചി പോലെ ഒരു കണ്ണ് വെച്ചിങ്ങനെ എടുക്കുമായിരുന്നു. അതെ മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് അങ്ങേ ട്രിപ്പ് ചെന്നപ്പം 14 15 ഉള്ളായിരുന്നു. 14.0 15.4 ഉള്ളായിരുന്നു. ശരി. അത് ഇടയ്ക്ക് ചിലപ്പോ കൂടും, ചിലപ്പോ ഇടയ്ക്ക് കുറയും. ഓക്കെ. അപ്പൊ മരുന്ന് കറക്റ്റായിട്ട് ഒഴിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അത് ഒരേ ലെവലിൽ തന്നെ നിൽക്കേണ്ടതാണ്. നമ്മൾ മരുന്ന് ഒഴിക്കുമ്പോൾ മലന്ന് കിടന്ന് തന്നെ ഒഴിക്കണം. മരുന്ന് ഒരു തുള്ളി ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് കണ്ണടച്ച് തന്നെ കിടക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേക്കാവൂ. ഒരു മരുന്ന് ഒഴിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു മിനിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ പ്രഷറിന്റെ രണ്ടാമത്തെ മരുന്ന് ഒഴിക്കാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ മരുന്നുകൾ ഒരിക്കലും ഒരുമിച്ച് ആ കണ്ണിൽ ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ഒഴിക്കത്തില്ല. ഞാൻ ഒരു മരുന്ന് 6 മണിക്ക് ഒഴിക്കും, ഒരു മരുന്ന് 7 മണിക്ക് ഒഴിക്കും, ഒരു മരുന്ന് 9 മണിക്ക് ഒഴിക്കുന്നത്. ശരി, നല്ല കാര്യം. അപ്പൊ ഒഴിക്കുന്ന രീതിയൊക്കെ കറക്റ്റാണ്. അപ്പൊ ഇനി ചെയ്യാനുള്ളത്, നമുക്ക് ഈ ഒരു കണ്ണല്ലേ ഉള്ളൂ. അപ്പൊ ആ കണ്ണിന്റെ കാഴ്ച ഗ്ലോക്കോമ കാരണമാണ് കുറഞ്ഞത്, ഗ്ലോക്കോമ കാരണമാണ് ഞരമ്പിന് തകരാറ് വന്നത് എങ്കിൽ ഈ കാഴ്ചയുടെ വ്യാപ്തി ആയിരിക്കും കുറവ്, സൈഡ് വിഷൻ ആയിരിക്കും കുറവ്. ഇപ്പോൾ സൈഡ് വിഷൻ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്, ഫീൽഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വെച്ച് ചെക്ക് ചെയ്യുന്നതാണ്. നമ്മളൊരു ബൗള് പോലത്തെ ഒരു സാധനത്തിൽ നോക്കിയിരിക്കും, സൈഡിലൊക്കെ പ്രകാശങ്ങൾ കാണിക്കും. അപ്പോൾ നമ്മൾ കാണുന്ന പ്രകാശം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു ബസർ തന്നിട്ടുണ്ടാവും, അത് ഞെക്കി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ചെയ്യണം, കാരണം ഈ കാഴ്ച ഉള്ള കണ്ണിൽ ഉണ്ട്. ശരി, അപ്പോൾ അത് ചെയ്ത അനുസരിച്ച് ഈ കാഴ്ച ഉള്ള കണ്ണിൽ എത്രത്തോളം പ്രശ്നമുണ്ടെന്ന് വല്ലതും ഡോക്ടർ പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. ഓക്കെ. ചെല്ലുമ്പോ എല്ലാം കാഴ്ച പരിശോധിക്കും. അതെ. ആ കാഴ്ച നമ്മൾ വായിപ്പിച്ച് പരിശോധിക്കുന്നത്
സെൻട്രൽ വിഷനാണ്, നടുക്കുള്ള കാഴ്ച. സൈഡിലുള്ള കാഴ്ചയാണ് ഈ കുറയുന്നത് ഗ്ലോക്കോമ കാരണം. സൈഡിലുള്ള കാഴ്ച ഈ ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റൂ. അത് ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ ഗ്ലോക്കോമയുടെ ഒരു സിവിയറിറ്റി അല്ലെങ്കിൽ ഒരു എത്രത്തോളം സീരിയസ് ആണെന്നുള്ളതനുസരിച്ച് നമ്മൾ അതിന്റെ ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്യണം. അതായത് ഇപ്പൊ നമ്മൾ ചെറിയതായിട്ടേ കണ്ണിന്റെ പ്രഷർ ബാധിച്ചിട്ടുള്ളൂ ഞരമ്പിനെ എങ്കിൽ 1 വർഷത്തിൽ ചെയ്താൽ മതിയായിരിക്കും. സീരിയസ് ആയിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 4-5 മാസം കൂടുമ്പോൾ ആ ടെസ്റ്റ് പിന്നെയും ചെയ്യേണ്ടി വരും. ആ, ഇപ്പൊ 4 ആഴ്ചത്തേക്ക് മരുന്ന് തരും. ശരി. അപ്പൊ മിക്കവാറും കണ്ണിന്റെ മരുന്ന് വെച്ചിട്ട് ചെല്ലാൻ പറയും. അപ്പൊ കണ്ണിന്റെ പ്രഷർ മിക്കവാറും ഇപ്പം വലത്തെ കണ്ണിൽ 18 ചില്ലാനല്ലേ പറഞ്ഞത്. അപ്പൊ അത് കൺട്രോൾ ആയ സ്ഥിതിക്ക് അത് നോർമലാണ്. ഇപ്പം വേറെ ഒന്നും ചെയ്യേണ്ടെന്നായിരിക്കും ഡോക്ടറിന്റെ തീരുമാനം. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ആ കണ്ണിൽ തിമിരം ഉണ്ടോ എന്നും കൂടെ ചോദിക്കണം. തിമിരം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തിമിരത്തിന്റെ ഓപ്പറേഷൻ ചെയ്താൽ ഉള്ള കാഴ്ച ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് കിട്ടും. പക്ഷേ ഗ്ലോക്കോമ കാരണം പോയത് തിരിച്ചു കിട്ടും. അതിനെന്താ, നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ കാര്യം അറിയണമെങ്കിൽ നമ്മൾ തന്നെ ചോദിക്കണ്ടേ ആരാണെങ്കിലും. നമ്മളെ ആരോഗ്യത്തിന് നമ്മളല്ലേ ഉത്തരവാദി. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ ഏത് ഡോക്ടറാണെങ്കിലും കണ്ണിനകത്ത് പ്രഷർ ഉണ്ടോ അത് ചോദിക്കാം. ആ പ്രഷർ എത്രയാണ് അതൊക്കെ നമുക്ക് ചോദിക്കാമെന്ന് മാത്രമല്ല ചോദിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ, നമുക്കല്ലേ നമ്മുടെ ആരോഗ്യത്തിന് ഉത്തരവാദിത്വം ഉള്ളത്. അത് ഡോക്ടർ പറയുന്നെങ്കിൽ ഡോക്ടർ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ എഴുതി വെക്കണം. അപ്പൊ ഇതിപ്പോ സാർ ഓൾറെഡി വലത്തെ കണ്ണ് അവര് വായിച്ചിട്ട് തന്നെ ഡോക്ടർ ഈ നമ്മളെ ടെസ്റ്റിനടുത്ത് വായിച്ചിട്ട് ലാസ്റ്റ് ചെറിയ അക്ഷരങ്ങളുണ്ടല്ലോ വലത്തെ കണ്ണ്, അതെ, ആ ചെറിയ അക്ഷരങ്ങൾ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. വലിയ അക്ഷരവും ഇടത്തരമുള്ള അക്ഷരങ്ങളെ വായിക്കാൻ പറ്റുന്നുള്ളൂ വലത്തെ കണ്ണിനകത്ത്. അതെ, അത് എനിക്ക് തോന്നുന്നത് ഈ ചെറിയ അക്ഷരം വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഗ്ലോക്കോമ അല്ലാതെ തിമിരം പോലെ വേറെ എന്തെങ്കിലും ഒരു അസുഖം കൂടെ കാണും. അല്ലാതെ അങ്ങനെ ചെറിയ അക്ഷരം വായിക്കാൻ പറ്റാഴിക വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതും കൂടെ ചോദിക്കണം കേട്ടോ. ശരി ഡോക്ടർ, നമുക്ക് വീണ്ടും കോൾ എത്തിയിരിക്കുകയാണ്. ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ ചേട്ടാ. നമസ്കാരം സാറേ, പറഞ്ഞോളൂ. എനിക്ക് ചോദിക്കാനുള്ളതേ, എന്റെ 2 കണ്ണിനകത്ത് റൈറ്റ് കണ്ണിനാണ് നല്ല കാഴ്ചയുള്ളത്. ശരി. റൈറ്റ് സൈഡില് ലെഫ്റ്റില് കാഴ്ച പറയാൻ ഒരു കണ്ണടച്ചു പിടിച്ച് ഞാൻ പേപ്പറിൽ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ശരി. അപ്പം ഇപ്പം എനിക്ക് ആ റൈറ്റ് കണ്ണില് മറ്റേ ലെഫ്റ്റിലുള്ള കാഴ്ച പോലും ഇല്ല, കാഴ്ച ഒരുപാടങ്ങ് കുറഞ്ഞു. ശരി. അപ്പം ഇതിനെ കാണുന്നത് ഒന്ന് മർദ്ദനമേറ്റതായിരിക്കും. മർദ്ദനമായിട്ട് കണ്ണ് ബജ്ജായി വെളിയിൽ വന്നായിരുന്നു തിരിവിട്ട്. അപ്പൊ അതിനുശേഷം ഡിസ്ട്രിക്റ്റിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ ഒരു മരുന്നൊക്കെ ഒഴിച്ച് ഒരു കണ്ണ് റിട്ടേൺ പോയിട്ടുണ്ടെങ്കിലും ഈ കാഴ്ചക്ക് വളരെ ഡൗൺ ആണ്. അത് മാത്രമല്ല നമ്മൾ കാണുന്നതിനകത്ത് അതിന്റെ കൂടെ ഒരു നിഴലൂടായിട്ടാണ് വരുന്നത്. നമ്മൾ എന്ത് കണ്ടാലും അതിന്റെ കൂടെ ഒരു നിഴലും കൂടെ, അതിന്റെ കൂടെ ഒന്നും കൂടെ ചേർന്നിരിക്കുന്നത് നമ്മളെ നിഴല് കാണുന്നതൊക്കെ ആ കണ്ണി കാണുന്നത്. 2 കണ്ണും തുറന്നിരുന്നാലേ ഉള്ളോ, ഒരു കണ്ണ് അടയ്ക്കുമ്പോഴും ഉണ്ടോ? ഈ ഒരു കണ്ണ് അടയ്ക്കുമ്പോഴും ഉണ്ട്. സംഭവം കാഴ്ച വളരെ ഡൗൺ ആണ് ആ കണ്ണിപ്പം. ഒരു കണ്ണിന് എനിക്ക് ആ കാഴ്ചയുള്ള ആ കണ്ണായിരുന്നു. ശരി ശരി. മറ്റേ കണ്ണ് എന്തായിരുന്നു നേരത്തെ കുഴപ്പം? ആകെ കാഴ്ചയുള്ള കണ്ണെന്ന് പറഞ്ഞില്ലേ, മറ്റേ കണ്ണിന് എന്തായിരുന്നു നേരത്തെ കുഴപ്പം? മറ്റേ കണ്ണ് ചെറിയ കാഴ്ച ഇച്ചിരി കുറവായിരുന്നു, അല്ല ഒന്നുമില്ല. കാഴ്ച നമ്മൾ പത്രം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ആദ്യമേ കുറവായിരുന്നു. ചെറിയ അക്ഷരങ്ങൾ നമ്മൾ നൂത്ത് പിടിച്ച് ഇച്ചിരി ഒരു 2 അടി 1 അടി മുമ്പോട്ട് വെച്ച് വായിക്കുമ്പോൾ വായിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ അടുത്തോട്ട് വരുമ്പോൾ അതനുസരിച്ച് ഡൗൺ കാണിക്കും. ഈ കണ്ണിന് അത്രയും പ്രശ്നമില്ലായിരുന്നു. ഈ കണ്ണ് ആ കണ്ണിനൊക്കെ ആയി കാഴ്ച കുറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഈ മൂക്കിയും ചുമ്മാ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എന്റെ കണ്ണിന്റെ 2 സൈഡിൽ 2 പൊട്ടലുണ്ട് സ്കാനിങ്ങിനകത്ത്. മൂക്കിന്റെ പാലത്തിന്റെ മുകളിലായിട്ടും അതിനൊക്കെ തന്നെ അതിന്റെ കണ്ണിന്റെ റൈറ്റ് സൈഡും ചെറിയ 2 പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവര് മരുന്ന് തന്നിട്ടുണ്ട്. ഈ മരുന്ന് ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് 2 സൈഡ് മരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ മൂക്കിൽ ഒഴിക്കാൻ ഒരു മരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ എനിക്കെങ്ങനെ തല ഭയങ്കരമായിട്ടുള്ള വേദനയുണ്ട്, കാഴ്ചയിലും പ്രശ്നമുണ്ട്. പിന്നെ മൂക്കിൽ നിന്ന് ചുമ്മാ വെള്ളം ഇങ്ങനെ വന്നിട്ട് എനിക്കിതൊന്നും ഇതൊരു വന്നിട്ടില്ല, ഇങ്ങനെയുള്ള ഇതൊന്നും വന്നിട്ടില്ല. ഈ മർദ്ദനത്തിന് ശേഷമാണ് എനിക്കിത് പറ്റിയിട്ടുള്ളത്. എനിക്ക് തലയ്ക്കകത്തൊരു 3 പേര് ഒരു 5 മിനിറ്റോളം നിന്നിരിക്കരുത്. തലയ്ക്കകത്ത് മൊത്തം ഈ ശരീരത്തിൽ നിന്ന് ഇരിക്കില്ല. എന്റെ മെമ്മറി ബ്ലോക്ക് ചെയ്യാനാണോ, ഞാൻ ഈ റേഡിയോയിലൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടാണോ എന്തോന്നോ എനിക്കറിയത്തില്ല. ആരാ എന്റെ പിന്നിലെന്നൊന്നും അറിയത്തില്ല. ഇതിന്റെ ഈ ഇരിക്കലിന്റെ കാരണം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിപ്പിച്ചാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ഉള്ളത് തുറന്നു പറയും. കാര്യം നമ്മളെല്ലാം മരിച്ചു പോകാനാ, നമ്മളെ കൊണ്ട് എന്താ നല്ലത് ചെയ്യാൻ പറ്റുന്നത് നല്ലത് ചെയ്യുക. വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അത് എന്റെ മരണം എപ്പോഴും കൂടെ കൊണ്ടുനടക്കുന്ന എനിക്കതൊരു പേടിയുമില്ല. നമ്മളൊന്നും അറിയാതെ പോകുമ്പം ഇത് മറ്റൊരാളിന് വളമായി എടുത്തുകൊണ്ട് കാര്യം നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യാതെ നമ്മളെ ശിക്ഷിച്ച് നമ്മളെന്നെ കൊല്ലം മരിച്ചു പോയി കഴിഞ്ഞാലും ഇതെന്തെങ്കിലും ഇതിന് ഗാംഗ്രൈന്റെ ഫോണിന്റെ പ്രശ്നമായിട്ട് ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുത്തായിരുന്നു. അതിനുശേഷം ഈ 15 മാസം കഴിഞ്ഞ 15 മാസമാണ് സിറ്റി കമ്മീഷണർക്ക് കംപ്ലൈന്റ് കൊടുത്തത്. 3 പ്രാവശ്യം 2020, 2021 സൈബർ സിറ്റി കൊടുത്താണ് കുട്ടാടക്കര. പക്ഷെ അവിടുന്ന് ഒരു ഇതും കിട്ടാത്ത ലാസ്റ്റ് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ
പോലീസ് കമ്മീഷണർ കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ അവിടെ നിന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ അന്വേഷിക്കുന്നതെന്ന് പറയുന്നതല്ല ഒന്നും അറിഞ്ഞില്ല. ഇതിനിടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു. ഇതിന് ശേഷമാണ് എന്നെ മർദ്ദിച്ചത്. ഇതിന്റെ കാരണം അവരാണെന്ന് എനിക്കറിയാം. ഇതിപ്പോ എത്ര നാളായി സാറേ ഇതിപ്പോ ഈ സംഭവിച്ചിട്ട്? 4-ാം തീയതി രാവിലെ 10 മണിക്കാണ് സംഭവം. 4-ാം തീയതി എന്ന് പറഞ്ഞാൽ മാർച്ച് 4-ാം തീയതി? ഈ മാർച്ച് 4-ാം തീയതി. ഞാൻ 5 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് മാത്രമല്ല സംസാരശേഷി ഒരുപാട് കുറഞ്ഞു. അപ്പൊ ഇത് 10 ദിവസമായിട്ടുള്ളൂ സംഭവം നടന്നിട്ട്? ശരി. അപ്പം ഇപ്പൊ ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഞാൻ പറയാം. അപ്പൊ സാറിന്റെ കണ്ണ് ഡോക്ടർ പരിശോധിച്ചോ? പരിശോധിച്ചു. കണ്ണിന്റെ പ്രഷർ നോക്കിയോ? എന്നിട്ട് ഡോക്ടർ പറഞ്ഞെന്താ അറിയാ, വയസ്സ് 43 കഴിഞ്ഞില്ല, അതുകൊണ്ട് വരും. അപ്പൊ നമ്മളെ ഇതുവരെ എന്താ അനുഭവമാണല്ലോ ഓരോരുത്തർക്കും ഗുരു. ശരി ശരി. ഇല്ലാത്ത പറഞ്ഞിരിക്കും നഷ്ടപ്പെട്ട എന്തായാലും തിരിച്ചു കിട്ടത്തില്ല, വേറെ സത്യം. ഓക്കെ. അപ്പൊ ഞാൻ ഏതായാലും ഇപ്പോ ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഞാൻ പറയാം. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ മുഖത്ത് പരിക്ക് പറ്റിയിട്ടുണ്ട് മർദ്ദനത്തിലൂടെ. അപ്പൊ അതില് മുഖത്തുള്ള എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലുകൾ പൊട്ടുമ്പോഴാണ് ഈ കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്നത്, ആ നീരൊക്കെ ഉള്ളപ്പോഴേ. ആ നീരൊക്കെ കുറയുമ്പോൾ കണ്ണ് തിരിച്ചകത്തേക്ക് പോകും. തനയിലെ എല്ലൊക്കെ മിക്കതും മുഖത്തെ എല്ലൊക്കെ ആകുമ്പോൾ അത് തന്നെ ഇരുന്ന് സെറ്റാവും. പിന്നെ മൂക്കിനകത്തുനിന്ന് വെള്ളം വരുന്നത്, നമ്മുടെ ഈ മൂക്കിന് മുകളിൽ കനം കുറഞ്ഞ ഒരു എല്ലുണ്ട്. ആ എല്ലിന് ഫ്രാക്ചർ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ചുറ്റുമുള്ള ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും, തലച്ചോറിന് ചുറ്റും ഈ തല അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അനക്കുമ്പോൾ തലച്ചോറ് ചെന്ന് തലയോട്ടിക്കകത്ത് മുട്ടാതിരിക്കാൻ തലച്ചോറിന് ചുറ്റും ഒരു ദ്രാവകമുണ്ട്, ഒരു കുഷ്യൻ പോലെ. ആ ദ്രാവകമാണ് ഈ മൂക്കിൽ കൂടെ ലീക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സാർ അതിനുവേണ്ടി ഒരു ENT ഡോക്ടറിനെയോ അല്ലെങ്കിൽ ന്യൂറോ സർജനെയോ കാണിക്കണം. മൂക്കിൽ നിന്ന് വെറുതെ വെള്ളം വരുന്നത് നല്ലതല്ല. അത് കണ്ണുമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ അതെന്തായാലും കാണിക്കണം. രണ്ടാമത്തെ കാര്യം, സാറിന് ഒരു കണ്ണിന് നേരത്തെ കാഴ്ച കുറവുണ്ട്. അതിന്റെ കാരണം അത്ര വ്യക്തമല്ല. ചിലപ്പോൾ അത് വെള്ളെഴുത്താകാം. അതായിരിക്കും 40 വയസ്സിന്റെ കഥ പറഞ്ഞത്. അതാണെങ്കിൽ കണ്ണട വെച്ചാൽ ക്ലിയർ ആവും. പിന്നെ ഇപ്പോൾ ഈ നല്ല കണ്ണിന് ഈ പരിക്ക് പറ്റിയ ശേഷം കാഴ്ച കുറഞ്ഞു ഡബിളായിട്ട് കാണുന്നു. അപ്പൊ അതിന് കാരണം കണ്ണിനകത്ത് ഈ ഇമേജൊക്കെ, ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് കണ്ണിലെ ലെൻസാണ്. അപ്പോൾ ലെൻസിന് എന്തെങ്കിലും ചെറിയ ഇളക്കം തട്ടിക്കഴിഞ്ഞാലാണ് സാധാരണഗതിയിൽ 2ആയിട്ട് കാണുന്നത്. ഇപ്പോൾ കണ്ണിന്റെ ഏതെങ്കിലും ഈ ഫ്രാക്ചർ പറ്റിയിട്ട്, മുഖത്ത് ഫ്രാക്ചർ പറ്റിയിട്ട് ആ ഫ്രാക്ചറിനകത്ത് കണ്ണിന്റെ ചുറ്റുപാടുമുള്ള കണ്ണിന്റെ അനക്കം നിയന്ത്രിക്കുന്ന മസിലുകൾ ഏതെങ്കിലും ഒന്ന് ഉടക്കിയാലും ഇങ്ങനെ ഡബിളായിട്ട് വരാം. പക്ഷെ അങ്ങനെയാണ് ഡബിളായിട്ട് കാണുന്നതെങ്കിൽ ഒരു കണ്ണ് പൊത്തിയാൽ പിന്നെ ഡബിളായിട്ട് കാണത്തില്ല. കുഴപ്പം മറ്റേ കണ്ണ് പൊത്തിയിട്ടും ഡബിളായിട്ട് കാണുന്നുണ്ടെങ്കിൽ കണ്ണിനകത്ത് ലെൻസ് ഇളകി കാണും. അതായിരിക്കാം കൂടുതൽ സാധ്യത. അത് കണ്ണ് പരിശോധിച്ചാലേ കറക്റ്റ് പറയാൻ പറ്റൂ. പക്ഷെ ഏതായാലും ഇത് ഗ്ലോക്കോമായിട്ട് ബന്ധമൊന്നുമില്ല, കണ്ണിന്റെ പ്രഷറുമായിട്ട് നേരിട്ട് ബന്ധം കാണുന്നില്ല. 19-ാം തീയതി കുത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് സാറ് ENT ഡോക്ടറിനെയോ അല്ലെങ്കിൽ ന്യൂറോ സർജനെയോ അഡ്മിറ്റ് ചെയ്തത്. അത് കാണണം. അത് കാണണം. മൂക്കിൽ മരുന്ന് തന്നത് അത് കാണണം. ഡോക്ടർ വരെ. അതെ അതെ. അപ്പം 19-ാം തീയതി എല്ലാം പറഞ്ഞേക്കുന്നു. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഒരു വക്കീലിനെ സമീപിച്ചായിരുന്നു പേപ്പറുമായിട്ട്. സ്കാനിങ് പേപ്പറിനകത്ത് പൊട്ടലുണ്ടോ, സ്കാനിങ് റിപ്പോർട്ട് അവർ നോക്കിയിട്ട് കാണിക്കും പറയുകയും ചെയ്താൽ എന്റെ മുമ്പിൽ വെച്ചാൽ ഞാൻ കേട്ടത്. ശരി. പക്ഷെ ആ റിപ്പോർട്ടിനകത്ത് അവർ പൊട്ടലൊന്നും എഴുതിയിട്ടില്ലെന്ന് ഇപ്പൊ വക്കീല് പറയുന്നു. എന്തോ ഇതിന്റെ കാരണമൊന്നും എനിക്കറിയാൻ വയ്യ. അത് വ്യക്തമല്ല സാറേ, അത് നമ്മുടെ ഇവിടുത്തെ വിഷയമല്ലല്ലോ. ഏതായാലും നമ്മളെ ഈ കണ്ണിന്റെ അത് സാറ് എന്താന്ന് വെച്ചാൽ ചെയ്യുക. പക്ഷെ കണ്ണിന്റെ കാര്യത്തിൽ ഞാൻ പറയാം, കണ്ണ് വിശദമായിട്ട് പരിശോധിക്കണം. കണ്ണിന്റെ ഞരമ്പ് ഉൾപ്പെടെ, കണ്ണിന്റെ റെറ്റിന ഉൾപ്പെടെ ചെക്ക് ചെയ്യണം. മർദ്ദനം നേരിട്ട് കണ്ണിനെ ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ കുഴപ്പമില്ലെങ്കിൽ തന്നെ പിന്നീടും കുഴപ്പങ്ങൾ വരാം. കുറെ കുഴപ്പങ്ങളൊക്കെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ സെറ്റിൽ ചെയ്യും. മിക്കവാറും മൂക്കിൽ നിന്ന് വെള്ളം വരുന്നതൊക്കെ മരുന്നുകൊണ്ട് തന്നെ ചിലപ്പം നിൽക്കാൻ സാധ്യത ഉണ്ട്. ENT ഡോക്ടറിനെ കാണിച്ചെങ്കിൽ അത് മതി. അദ്ദേഹം പറയുന്ന ആ മരുന്നുകൾ ഫോളോ ചെയ്യുക. ഏതായാലും ഗ്ലോക്കോമായിട്ട്, സാറിന്റെ ഈ കണ്ടീഷന് ഗ്ലോക്കോമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. ശരി ശരി സാർ, നമസ്കാരം. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ചുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? ഇതിപ്പോ നമ്മൾ ഈ ഡയബറ്റീസ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇപ്പൊ ഗ്ലോക്കോമ. ഇപ്പൊ ഡയബറ്റീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ഒരു അസുഖമായിരുന്നു ഷുഗർ. അപ്പൊ ഇപ്പൊ ഒരു അസുഖമല്ല. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തരം ഡയബറ്റീസ് ഉണ്ട്. അപ്പൊ അതില് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രായമാകുമ്പോൾ നമുക്ക് വരുന്ന ഡയബറ്റീസ്. ചിലർക്ക് ചെറിയ പ്രായത്തിൽ ഇൻസുലിൻ കുത്തിവെക്കേണ്ടി വരുന്ന ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ്. അതുപോലെയാണ് ഗ്ലോക്കോമയും. ഒരുപാട് തരം ഗ്ലോക്കോമ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഗ്ലോക്കോമ വാരം കൊണ്ട് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്ലോക്കോമ ഏതാ? ഒരു ലക്ഷണങ്ങളും ഇല്ലാത്തതും കണ്ടുപിടിക്കാൻ പ്രയാസമുള്ളതും ആ ഗ്ലോക്കോമ കാരണം കാഴ്ച പെർമനന്റ് ആയിട്ട് നഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഗ്ലോക്കോമയാണ്. അതായത് വേറെ ഒരു ലക്ഷണങ്ങളും ഇല്ലാത്ത ഗ്ലോക്കോമ. അതുകൊണ്ടാണ് അതിന് ഈ സൈലന്റ് തീഫ് ഓഫ് സൈറ്റ് അല്ലെങ്കിൽ കാഴ്ചയുടെ നമ്മുടെ കാഴ്ച നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും ഒരു പക്ഷെ അറിയുന്നത്. അതെ 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 അതെ. ഇപ്പൊ നമ്മൾ ഒരു കണ്ണ് അടച്ചു പിടിച്ച് ദൂരേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റുപാടും ഒരു റൗണ്ട് ആയിട്ടുള്ള ഏരിയ കാണാൻ പറ്റും. അപ്പൊ ആ ഏരിയയുടെ സൈഡിൽ എവിടെയെങ്കിലും
നമ്മൾ കാണുന്നില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയില്ല. ഇപ്പൊ ഗ്ലോക്കോമ ആണെങ്കിൽ നമ്മൾ കാഴ്ച മുഴുവൻ നഷ്ടപ്പെടുന്നത് വരെ നടുക്കുള്ള കാഴ്ച, സെൻട്രൽ വിഷൻ നമുക്ക് പൂർണ്ണമായിട്ട് കാണും. ഇപ്പൊ നമ്മള് ദൂരെയുള്ള ഒരു തെങ്ങ് നോക്കുകയാണ്, അതിൽ തേങ്ങ നോക്കുകയാണെന്ന് വെച്ചോ. ഇപ്പൊ നമുക്ക് ഗ്ലോക്കോമ ഉണ്ടെങ്കിലും നമുക്ക് ഒരു പക്ഷേ തേങ്ങ കാണാൻ പറ്റും. ഗ്ലോക്കോമ വളരെ അഡ്വാൻസ്ഡ് ആണെങ്കിൽ ആ തേങ്ങ കാണാമെങ്കിലും തെങ്ങിന്റെ ഓലയൊക്കെ കാണാമെങ്കിലും ചിലപ്പോൾ അതിന്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന തെങ്ങുകൾ കാണണമെന്നില്ല. ആ രീതിയിലാണ് നമ്മൾ കാഴ്ച കുറയുന്നത്. അപ്പൊ ഈ കാണാത്ത ഭാഗം ബ്ലാക്ക് അല്ല. പല ആൾക്കാരും വിചാരിക്കും നമ്മൾ ഒരു കണ്ണടച്ചു നോക്കുന്നു എനിക്കെല്ലാം കാണാലോ, കാണാത്ത ഭാഗം ബ്ലാക്ക് അല്ല, കാണാത്ത ഭാഗം അവിടെ ഇല്ല. മനസ്സിലായില്ലേ? നമ്മൾ ബ്ലാക്ക് ആയിട്ട് കാണുന്നതിന് നമ്മൾ തിരിച്ചറിയും. കാഴ്ചയിൽ എന്തെങ്കിലും കറുത്തിരിക്കുന്നു, പക്ഷെ ഇത് ബ്ലാക്ക് ആയിട്ടല്ല കാണുന്നത്. നമ്മളൊന്നും കാണത്തില്ല ആ സൈഡിലുള്ളത്. അപ്പൊ സൈഡ് വിഷൻ കുറഞ്ഞു വരും. അവസാനം വരുമ്പോൾ നമ്മളൊരു കുഴൽ പിടിച്ചൊരു PVC പൈപ്പ് കണ്ണിന് മുമ്പിൽ പിടിച്ച് നോക്കിയാൽ എങ്ങനെ കാണും, അതേപോലെയുള്ള ഒരു കാഴ്ചയായിരിക്കും ഈ സ്ലോ ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഗ്ലോക്കോമയിൽ ഉള്ളത്. അപ്പൊ ഇത്തരം ഗ്ലോക്കോമയാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ വാര ആചരണം കൊണ്ട്. പിന്നെയുള്ള തരം ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് വരുന്ന ഗ്ലോക്കോമ. പെട്ടെന്ന് ചില ലക്ഷണങ്ങളൊക്കെ അതിനുണ്ട്. അതായത് പെട്ടെന്ന് കണ്ണിൽ ചുവപ്പ് വരും, വേദന വരും, പിന്നെ കാഴ്ച മങ്ങി വരും. അതേസമയം തന്നെ ലൈറ്റിലൊക്കെ നോക്കിയാൽ മഴവില്ല് പോലെ 7 നിറത്തിലുള്ള വൃത്തങ്ങൾ കാണും. അപ്പൊ ഇതൊക്കെയാണ് പെട്ടെന്നുണ്ടാവുന്ന അക്യൂട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന് പറഞ്ഞ ആ വകഭേദത്തിന്റെ ലക്ഷണം. അത് ഉണ്ടെങ്കിൽ പേഷ്യൻസ് മിക്കവാറും നേരിട്ട് നമ്മളടുത്ത് വരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനെപ്പറ്റി ഒരു അവബോധം വേണം. പക്ഷെ ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ടുള്ളതും കണ്ടുപിടിക്കാൻ പ്രയാസവും എന്നാൽ കണ്ടുപിടിച്ചാൽ ഗുണമുള്ളതുമായിട്ടുള്ള അസുഖമാണ് ഈ ഓപ്പൺ ആംഗിൾ, പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്ന ഈ നിശബ്ദ കൊലയാളി. അതിനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. വേറെ ഒരുപാട് ഗ്ലോക്കോമാസ് ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ തീരത്തില്ല. അപ്പൊ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ പോരെ. അപ്പോൾ ഈ ഒരുപാട് തരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ ഗ്ലോക്കോമയ്ക്കും ഒരേ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണോ പ്രാധാന്യം ചെയ്യുന്നത്? ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോക്കോമയ്ക്ക് പൊതുവായിട്ടുള്ള ഒരു ഘടകമുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ കണ്ണൊരു ബലൂൺ പോലെ അല്ലെ ബോൾ പോലെ. ബലൂണിനകത്ത് വായുവാണ്, കണ്ണിനകത്തൊരു ദ്രാവകമാണ്. അപ്പൊ കണ്ണിന്റെ മുൻഭാഗത്താണ് ഈ ദ്രാവകം ഉള്ളത്. പച്ചവെള്ളം പോലെ ഇരിക്കും. അപ്പൊ ഈ ദ്രാവകം കണ്ണിൽ നിന്നും കറക്റ്റായിട്ട് വെളിയിലേക്ക് ഒഴുകിപ്പോകുന്നതിൽ എന്തോ ഒരു തടസ്സം. അത് കാരണം കണ്ണിനകത്ത് കൂടുതൽ ദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പുറത്തേക്ക് ഒഴുകി പോകുന്നുമില്ല. അത് കാരണം കണ്ണിനകത്തെ പ്രഷർ കൂടുന്നു. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാണ് സംഭവിക്കുന്നത്. അപ്പൊ പ്രഷർ കൂടിയാൽ ബലൂൺ ആണെങ്കിൽ പൊട്ടിപ്പോവും, കണ്ണ് പൊട്ടത്തില്ല. അപ്പൊ കണ്ണിലെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഭാഗം അഫക്റ്റഡ് ആവും. കണ്ണിൽ ഏറ്റവും ബലം കുറഞ്ഞ ആ ഭാഗത്തിനെ ബാധിക്കുന്നത്. അത് കണ്ണിന്റെ ഞരമ്പ്, ബലൂണിന്റെ കെട്ട് പുറയിലുണ്ടാവും. അതുപോലെ കണ്ണിന്റെ പുറയിൽ കെട്ട് പോലത്തെ സാധനമുണ്ട്. അവിടെ നിന്നാണ് ഈ ഒപ്റ്റിക് നെർവ്, കണ്ണിന്റെ ഞരമ്പ് തുടങ്ങുന്നത്. ആ ഞരമ്പ് ബ്രെയിനിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ഞരമ്പിന്റെ കോശങ്ങൾ ഒന്നൊന്നായിട്ട് ചത്തുപോകും. എല്ലാം ഒരുമിച്ച് ചത്താ കാഴ്ച പെട്ടെന്ന് പോകും. അപ്പൊ പേഷ്യന്റ് തിരിച്ചറിയും. ഇത് പതുക്കെ ഒരു 1.2 ബില്യൺ കോശങ്ങളുണ്ട്. അതിൽ 1-2 എണ്ണം ഡെയിലി മരിച്ചുപോയാൽ ആരും അറിയില്ല. 1-2 100 ആണെങ്കിലും ആരും അറിയില്ല. അപ്പൊ ഒരു ക്രിട്ടിക്കൽ ലെവൽ കുറെ എണ്ണം ചത്തുപോയി കഴിഞ്ഞാലേ രോഗിക്ക് അത് തിരിച്ചറിയാൻ പറ്റും. കുറെ എണ്ണം ചത്തുപോയി കഴിഞ്ഞാലേ കണ്ടുപിടിക്കാനും പറ്റും. അതിനു മുമ്പ് കണ്ടുപിടിക്കാനും പറ്റില്ല. ഓക്കെ ഡോക്ടർ, നമുക്ക് എന്തായാലും മറ്റൊരു കോൾ കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നോക്കാം. ഹലോ, നമസ്കാരം. ഡോക്ടർ ഉണ്ട്, സംസാരിച്ചോളൂ ചേച്ചി. നമസ്കാരം, പറഞ്ഞോളൂ. ശ്രീകുമാരി. പറഞ്ഞോളൂ. പിന്നെ എന്റെ കണ്ണിന്റെ 4 ചുറ്റും ഭയങ്കര ചൊറിച്ചില്ല. അതെന്താ? ശരി, അത് രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏതായാലും വിളിച്ചത് നന്ദി. ഞാൻ പറയാം. അപ്പോ ഞാൻ 2-3 കാര്യങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കണ്ണിനേ ഉള്ളോ, അത് 2 കണ്ണിലുണ്ടോ? 2 കണ്ണിനും ഉണ്ട്. ശരി, കണ്ണിന്റെ പോളയ്ക്കാണോ കണ്ണിന്റെ ഉള്ളിലാണോ? കണ്ണിന്റെ ഉള്ളില് ചില സമയത്ത് വരും, പിന്നെ കണ്ണിന്റെ പോളയ്ക്കും വരും. കണ്ണിനകത്ത് പീള വരുന്നോ, അല്ലെങ്കിൽ കണ്ണ് ചുവന്ന് കിടക്കുന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേറെ അസ്വസ്ഥതകളുണ്ടോ? ചൊറിച്ചിൽ മാത്രമേ ഉള്ളൂ? ചില സമയത്ത് നോക്കുമ്പോ മങ്ങി നിൽക്കുന്നതാണ് ആളുകളൊക്കെ. ശരി, കണ്ണട ഉപയോഗിക്കുന്ന ആളാണോ? എന്തോന്നാ? കണ്ണട ഉപയോഗിക്കുന്ന ആളാണോ? ഇല്ല, അത് ആദ്യമായിട്ടാ ഇങ്ങനെ. എത്ര വയസ്സുണ്ട്? 36 വയസ്സ്. വേറെ ശ്വാസമുട്ടലോ, തുമ്മലോ, ആസ്മ, അലർജി അങ്ങനെ എന്തെങ്കിലും അസുഖം? ഇല്ല, ഒന്നുമില്ല, ഒരു അസുഖമില്ല. ശരി, ഇപ്പൊ ഈ ചൊറിച്ചിൽ തുടങ്ങിയിട്ട് എത്ര നാളായി? ഈയിടെ തുടങ്ങിയതാണോ കുറെ നാളായിട്ടുള്ളതാണോ? ഇല്ല, ഇപ്പൊ 2 ആഴ്ചയായുള്ളൂ. ശരി, അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞു വെച്ച് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ഒരു അലർജി ആയിട്ടാ തോന്നുന്നത്, സീസണൽ അലർജി.
മനസ്സിലായില്ലേ? ഇപ്പൊ വരണ്ട കാലാവസ്ഥയാണ്, അന്തരീക്ഷത്തിൽ ജലാംശം ഇല്ല, അന്തരീക്ഷത്തിൽ പൊടിയൊക്കെ കൂടുതലാണ്. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ വീട്ടിലോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അടുക്കളയിലോ അവിടെയൊക്കെ പൊടികൾ കൂടുതലായിരിക്കാം. അപ്പൊ ഈ കാലാവസ്ഥയിൽ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് അലർജി വരാൻ കണ്ണിന്. അത് പ്രത്യേകിച്ച് സീരിയസ് ആയിട്ടുള്ളൊരു അസുഖമല്ല. അത് കണ്ണെന്ന് പരിശോധിച്ച് അതിന്റെ അലർജിയുടെ ചൊറിച്ചിലിനുള്ള മരുന്ന് ഒഴിക്കുമ്പോൾ മാറിക്കോളും. അത് പ്രത്യേകിച്ച് ഗ്ലോക്കോമയായിട്ട് ബന്ധമില്ല. ഈ ഉറക്കക്കുറവിലുണ്ടാവോ അങ്ങനെ? ഇല്ല, ഉറക്കക്കുറവ് കാരണം ചൊറിച്ചിൽ വരത്തില്ല. ശരി ഡോക്ടർ. ശരി ഡോക്ടർ, വീണ്ടും നമുക്ക് കോൾ എത്തിയിരിക്കുകയാണ്. ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം സാറേ, പറഞ്ഞാട്ടെ. എന്റെ പേര് തോമസ് എന്നാണ്. 81 വയസ്സായി. ശരി. എനിക്ക് ഇപ്പം ഞാൻ ഇതുവരെ ഞാൻ ഗ്ലാസ് ഉപയോഗിച്ചിട്ടില്ല, കണ്ണാടി. ഓക്കെ. പക്ഷെ ഇപ്പം ഒരു അല്പാൽപ്പം കാഴ്ച കുറവ് തോന്നുന്നുണ്ട്. ഉദാഹരണത്തിന് ദൂരക്കാഴ്ച. ശരി. ഒരു 10-50 അടിക്ക് അപ്പുറമുള്ള ഒരു ബോർഡ് വായിക്കാനോ ചെറിയ അക്ഷരങ്ങൾ വായിക്കാനോ പ്രയാസമായിട്ടിരിക്കുന്നു. ശരി. പേപ്പറും ഒക്കെ വായിക്കാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരി. ഞാൻ കാറ്റാ ക്ലിയർ എന്ന് പറയുന്ന ഒരു മരുന്ന്, ഒരു ഡ്രോപ്സ് ദിവസം ഒഴിക്കുന്നുണ്ട് കണ്ണിന്. ശരി. അപ്പോൾ ഇനിയും എന്തെങ്കിലും അതിന് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ശരി, അച്ഛൻ വിളിച്ചതിന് നന്ദി. അച്ഛന് ഷുഗറോ പ്രഷറോ അങ്ങനെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? ഷുഗറുണ്ട്, പ്രഷറുണ്ട്, ഇതെല്ലാം മരുന്ന് കഴിച്ചോണ്ടിരിക്കേണ്ട, എല്ലാം കൺട്രോൾ ആണ്. ഈ അടുത്തെങ്ങാനും കണ്ണ് പരിശോധിച്ചിട്ടുണ്ടോ? കാഴ്ച ഇല്ല, ഈയിടെയൊന്നും പരിശോധിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഒന്ന് പരിശോധിച്ചതേ ഉള്ളൂ. ഒരു വർഷം മുമ്പ് പരിശോധിച്ചതാണ്. അപ്പൊ കണ്ണിൽ തിമിരം എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നോ? തിമിരം അത് ചെറിയതായിട്ടുള്ളൊരു സ്റ്റാപ്പിംഗ് എന്ന് പറഞ്ഞിരുന്നു. ശരി. ശരി. അപ്പൊ ഇപ്പോ അച്ഛൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ പറയാം. ഇപ്പോൾ 83 വയസ്സായി, ഇതുവരെ കണ്ണട ഉപയോഗിച്ചിട്ടില്ല. കണ്ണട കൂടാതെ പത്രമൊക്കെ നല്ല വൃത്തിയായിട്ട് വായിക്കാമെന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 40 വയസ്സാകുമ്പോൾ ആരോഗ്യമുള്ള വ്യക്തികൾക്ക്, 40-42 വയസ്സാകുമ്പോൾ ആരോഗ്യമുള്ള ആൾക്കാർക്ക് അടുത്തുള്ള അക്ഷരങ്ങൾ, ചെറിയ അക്ഷരങ്ങൾ കാണാനുള്ള ബുദ്ധിമുട്ട് ആരംഭിക്കും. ദൂരെയുള്ളതെല്ലാം കാണാൻ പറ്റുമെങ്കിലും അടുത്തുള്ളത് വായിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ചില ആൾക്കാർ, ഒരുപാട് വായിക്കുന്ന ആൾക്കാർ കണ്ണട വയ്ക്കും, അധികം വായിക്കുകയൊന്നും ചെയ്യാത്ത ആൾക്കാർ കണ്ണട വെക്കാറില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് കുറച്ചുകൂടെ പ്രായം കൂടുമ്പോൾ കണ്ണിനകത്തൊരു ലെൻസുണ്ട്. ഈ പ്രകാശരശ്മികളെ കണ്ണിന്റെ റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ലെൻസാണ്. അപ്പോൾ ഈ ലെൻസിന് അല്പം കനം കൂടും. കനം കൂടുന്നത് തിമിരത്തിന്റെ ആരംഭമാണ്. അതിന്റെ ലെൻസിന്റെ സെൻട്രൽ ഭാഗത്ത് കനം കൂടുമ്പോൾ നമ്മൾ തിമിരം തുടങ്ങുന്നത് കാരണം നമുക്ക് ദൂരെയുള്ള വസ്തുക്കൾ കുറച്ച് മങ്ങി തുടങ്ങും. പക്ഷെ അടുത്തുള്ളതൊക്കെ നല്ല ക്ലിയർ ആയി തുടങ്ങും. കണ്ണട ഇല്ലാതെ അടുത്തുള്ള വസ്തുക്കളും പത്രവും ഒക്കെ നല്ല വൃത്തിയായിട്ട് വായിക്കാൻ സാധിക്കുമെങ്കിലും ദൂരെയുള്ള വസ്തുക്കൾ, ദൂരെയുള്ള ആൾക്കാരുടെ മുഖം, അതൊന്നും അത്ര വ്യക്തമായിരിക്കില്ല. ഇപ്പൊ അച്ഛന് 83 വയസ്സുണ്ട്. ഈ പ്രായത്തിൽ എന്തായാലും കണ്ണിന് കുറച്ചെങ്കിലും തിമിരം ഉണ്ടാവും. അപ്പൊ ഇപ്പൊ അച്ഛനുള്ളത് തിമിരം തന്നെയാണ്. തിമിരം നേരത്തെ ഉണ്ട്. അതുകൊണ്ടാണ് ആ തിമിരത്തിന്റെ സഹായം ഉള്ളതുകൊണ്ടാണ് പത്രം കണ്ണട ഇല്ലാതെ വായിക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും. പക്ഷേ ഓരോ വർഷം പ്രായം കൂടുന്തോറും ആ തിമിരത്തിന് അല്പം കൂടെ കട്ടി കൂടും. അപ്പൊ അടുത്തുള്ളത് കാണാൻ പറ്റുമെങ്കിലും ദൂരെയുള്ള കാഴ്ച മങ്ങി വരും. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ദൂരെ കാഴ്ച മങ്ങൽ കൂടാതെ അടുത്തുള്ളതും മങ്ങും. അപ്പൊ നമുക്ക് എന്തായാലും ദൂരെ കാഴ്ച അടുത്തുള്ള രണ്ടും മങ്ങും. അപ്പൊ എന്തായാലും തിമിരത്തിനുള്ള ഓപ്പറേഷൻ ഭാവിയിൽ ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞു കേട്ടിട്ട് അത് അർജന്റ് ആണെന്ന് തോന്നുന്നില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ പ്രായമായി തിമിരം ഉണ്ടായിരിക്കും, അതായിരിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചങ്ങനെ ഇരിക്കരുത്. 80 വയസ്സൊക്കെ ആയെങ്കിൽ തീർച്ചയായിട്ടും ഷുഗറൊക്കെ ഉള്ളപ്പോഴേ എല്ലാ വർഷത്തിലും ഒരു പ്രാവശ്യമെങ്കിലും കണ്ണിന്റെ ഞരമ്പ് ഒന്ന് പരിശോധിക്കണം. ഞരമ്പിനെ ഷുഗർ ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ BP ഒക്കെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും രക്തക്കുഴലുകൾ കണ്ണിനകത്ത് ബ്ലോക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. കൂട്ടത്തിൽ ഈ കണ്ണിന്റെ പ്രഷറും കൂടെ നോക്കണം. കണ്ണിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ 80 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ എടുത്താൽ, ഒരു 100 പേരെ എടുത്താൽ അതിനകത്തൊരു 10 പേർക്കെങ്കിലും കണ്ണിൽ ഗ്ലോക്കോമയുടെ ലക്ഷണങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. 80 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ എടുത്താൽ. അപ്പം അതിൽ 10 പേർക്കെങ്കിലും ഉണ്ടാവുമെങ്കിലും അതിൽ കുറച്ച് ആൾക്കാരെ കണ്ടുപിടിക്കാറുള്ളൂ. അപ്പോൾ സാറിന് വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ സീരിയസ് ആയിട്ടൊന്നും ഇല്ല എങ്കിൽ കാഴ്ച ഏറ്റവും പ്രധാനമാണ്. ഒരു വർഷത്തിൽ ഒരിക്കൽ എന്തായാലും കണ്ണ് പരിശോധിക്കണം. ഇപ്പോൾ 1 വർഷമായെങ്കിൽ കണ്ണൊന്ന് പരിശോധിച്ച് കൃഷ്ണമണിയൊക്കെ വികസിച്ച് നോക്കി കണ്ണിന്റെ ഞരമ്പിനെ ഷുഗർ ബാധിച്ചിട്ടുണ്ടോ നോക്കണം. അതെ, പറഞ്ഞോളൂ. ഏത് ടെസ്റ്റാണ് ചെയ്യിക്കേണ്ടത്? അത് ഡോക്ടർ തീരുമാനിക്കും സാറേ. ഡോക്ടറിനെ തന്നെ കാണിച്ച് പരിശോധിക്കണം. അപ്പോൾ പരിശോധിക്കുമ്പോൾ ആദ്യം കണ്ണിന്റെ പ്രഷർ നോക്കണം. കണ്ണിന്റെ ഞരമ്പിനെ ഷുഗർ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ കണ്ണിന്റെ കൃഷ്ണമണി വികസിച്ച് കണ്ണിന്റെ ഞരമ്പ് പരിശോധിക്കണം.
ഇത് രണ്ടും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇത് രണ്ടും ചെയ്ത ശേഷം വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും മതി കണ്ണിന്റെ സ്കാനോ മറ്റു കാര്യങ്ങളോ ഒക്കെ വേണ്ടിയത്. അത് തിമിരം കാരണം അധികം കാഴ്ചക്കുറവില്ലെങ്കിൽ അർജന്റായിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല. തിമിരം കാഴ്ചയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്, കണ്ണട വെച്ചാലൊന്നും ഇമ്പ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ ഓപ്പറേഷൻ ചിലപ്പോൾ വേണ്ടി വരാം. ശരി അച്ഛാ, വിളിച്ചതിന് നന്ദി. ഓക്കെ അച്ഛാ, വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ വീണ്ടും മറ്റൊരു കോൾ കൂടെ വെയിറ്റ് ചെയ്യാണ്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ബേബി. നമസ്കാരം, പറഞ്ഞോളൂ. സാർ, എനിക്ക് ഇപ്പൊ 92 വയസ്സ് കഴിഞ്ഞു. ശരി. ഒരു 25 കൊല്ലത്തിന് മുമ്പ് പിന്നെ മധുരയിൽ പോയി ഈ കണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്ത തിമിരത്തിന്റെ. ശരി. 25 കൊല്ലം മുമ്പ്. ഓക്കെ, മനസ്സിലായി. ഇതൊരു കുഴപ്പമുണ്ട്. ഇപ്പൊ ഒരു 3 വർഷം മുമ്പായിട്ട് ഈ കാഴ്ചക്ക് ഒരു മങ്ങലുണ്ട്. ശരി. ഈ ഓബ്ജക്ട്സ് എല്ലാം കാണാം, പക്ഷെ എഴുത്തും വായനയും മാത്രം പറ്റുന്നില്ല. എഴുതാനും വായിക്കാനും പറ്റില്ല. ആ ഒരു കംപ്ലൈന്റേ ഉള്ളൂ. ശരി. അപ്പൊ അമ്മയ്ക്ക് 2 കണ്ണിലും ഇങ്ങനെയാണോ അതോ ഒരു കണ്ണിൽ മാത്രമേ ഉള്ളൂ? അമ്മയല്ലേ സാർ, രണ്ടുണ്ട്. 2 കണ്ണിനുണ്ട്. ശരി ശരി ശരി. ഓക്കെ ഓക്കെ. അപ്പൊ അതില് 25 വർഷം മുമ്പ് ഓപ്പറേഷൻ ചെയ്താ കണ്ണിനകത്ത് ലെൻസ് ഒക്കെ വെച്ചായിരുന്നു ആ സമയത്ത്? ലെൻസ് ഇപ്പൊ അവര് കണ്ണട മാറി മാറി വെക്കുന്നുണ്ട്. കണ്ണട, പക്ഷേ കണ്ണ ഈ എഴുതാൻ വായിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ഓബ്ജക്ട്സ് എല്ലാം കാണാം. ഓബ്ജക്ട്സ് എല്ലാം കാണാം. ഓക്കെ ഓക്കെ. അപ്പൊ എഴുത്തും വായനയും പറ്റുന്നില്ല. അത് മാത്രമുള്ള കംപ്ലൈന്റ്. ഷുഗറോ പ്രഷറോ? ഒരു കംപ്ലൈന്റും ഇല്ല. ശരി. ഷുഗറോ പ്രഷറോ എന്തെങ്കിലും ഉണ്ടോ? അത് യാതൊരു കംപ്ലൈന്റ് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നന്നായിരിക്കട്ടെ. ഓക്കെ ഓക്കെ. ശരി. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ കണ്ണിനകത്ത് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, തിമിരം മാറ്റി ലെൻസ് വെച്ചിട്ടുണ്ട്, നല്ല കാഴ്ച കുറെ വർഷങ്ങളുണ്ടായിരുന്നു, എന്നിട്ട് പിന്നെ വാങ്ങി. അപ്പൊ നമുക്ക് വേറെ എന്തോ ഒരു 3 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ശരി. അപ്പൊ കണ്ണിനകത്ത് വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ലല്ലോ? കണ്ണിൽ മണ്ണ് വാരിയിട്ടേക്കുന്ന പോലെ പൊടി തട്ടലൊന്നും ഇല്ല? ശരി ശരി. അപ്പൊ ഇതിന് കണ്ണിനകത്ത് പിന്നെ ലേസർ ട്രീറ്റ്മെന്റോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടില്ല. ശരി. അപ്പൊ നമ്മൾ കണ്ണിനകത്ത് ഓപ്പറേഷൻ ചെയ്ത് ലെൻസ് വെക്കുമ്പോൾ ലെൻസ് വെക്കുന്നത് സുതാര്യമായിട്ടുള്ള ഒരു പാട പോലെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ പോലത്തെ ഒരു സാധനത്തിന്റെ പുറത്താണ് ഈ ലെൻസ് വെക്കുന്നത്. ചിലപ്പോൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇത് വെള്ള നിറമായി മാറാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്ന കാഴ്ച ഒരു മുണ്ടിട്ട് മറച്ച പോലെ മങ്ങൽ വരാം. അതാണ് കാരണം എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ലേസർ ട്രീറ്റ്മെന്റിലൂടെ അത് ശരിയാക്കാൻ സാധിക്കും. പിന്നെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും കണ്ണിന്റെ ഞരമ്പിന് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നോക്കണം. ഇപ്പം സാറിന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പ്രായ സംബന്ധമായ ചില അസുഖങ്ങൾ കണ്ണിന്റെ ഞരമ്പിന് വരാം. അതിന് ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള അസുഖങ്ങളാണെങ്കിൽ നമുക്ക് സെൻട്രൽ വിഷൻ കുറവായിരിക്കും, നടുക്കുള്ള കാഴ്ച കുറവായിരിക്കും, പക്ഷെ സൈഡൊക്കെ കാണാം. അപ്പൊ അതാണോ എന്നും അറിയണം. അപ്പൊ സാറ് ആശുപത്രിയിൽ പോയിട്ട് കണ്ണിനകത്ത് മരുന്നൊഴിച്ച് കണ്ണിന്റെ ഞരമ്പ് നോക്കണം. ഈ ഏജ് റിലേറ്റഡ് ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവണം. അതില്ല എന്നുണ്ടെങ്കിൽ കണ്ണിൽ വെച്ചിരിക്കുന്ന ലെൻസിന്റെ പുറയിലുള്ള പാട വെളുത്തു പോയിട്ടുണ്ടോ എന്ന് നോക്കണം. വെളുത്തു പോയത് മാത്രമാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ ഒരു ലേസർ ട്രീറ്റ്മെന്റിൽ കൂടെ നമുക്ക് കാഴ്ച ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ലേസർ ഉണ്ടോ? ഈ ലേസർ ഉണ്ട്, ബെൻസിയറിലുണ്ട്. ശരി. അപ്പൊ ഇതിനിടയ്ക്ക് 3 വർഷം മുമ്പ് തിരുവല്ലി പോയിരുന്നു. ഓക്കെ. അവര് ട്രീറ്റ്മെന്റ് ചെയ്ത് ഒരു ഇഞ്ചക്ഷൻ കണ്ണ് തന്നായിരുന്നു, പക്ഷെ അതിന് വലിയ എഫക്റ്റ് ആയിട്ടും തോന്നുന്നില്ല. ശരി. അപ്പൊ ഇഞ്ചക്ഷൻ ചെയ്തു എന്ന് നേരത്തെ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് കണ്ണിന്റെ ഞരമ്പിന് അതെ. അപ്പൊ അത് കണ്ണിന്റെ ഞരമ്പിന് ഏജ് റിലേറ്റഡ് ഡീജനറേഷൻ വരുമ്പോഴാണ് സാധാരണ ഇഞ്ചക്ഷൻ തരുന്നത്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ഇഞ്ചക്ഷൻ തന്നെയാണ്. അത് ഈ ലേസർ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവില്ല. അതിന്റെ ട്രീറ്റ്മെന്റ് ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല, 3 എണ്ണമെങ്കിലും വേണ്ടി വരും. തന്നെയല്ല, ചില ആൾക്കാർക്ക് ഇഞ്ചക്ഷനുകൾ എടുത്താലും ഇമ്പ്രൂവ് ചെയ്യത്തില്ല. അത് അതിന്റെ അസുഖത്തിന്റെ സ്റ്റേജ് അനുസരിച്ചിരിക്കും. അസുഖത്തിന്റെ തുടക്കമാണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യും, അസുഖം വളരെ അഡ്വാൻസ്ഡ് ആണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യത്തില്ല. അപ്പൊ സാറ് വന്നിട്ട് റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണണം. അതിവിടെ ഉണ്ട്. റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ കാണണം സാറ്. വ്യാഴം അല്ലെങ്കിൽ ശനി ബുക്ക് ചെയ്തിട്ട് വന്നാൽ മതി. ശരി സാർ. ഓക്കെ അച്ഛാ, വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ, നമുക്ക് വീണ്ടും അടുത്തൊരു കോൾ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഡോക്ടർ ഉണ്ട്, സംസാരിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. പറഞ്ഞോളൂ മാഡം, എന്താ ബുദ്ധിമുട്ട്? എന്റെ കണ്ണിന്റെ വെളുത്ത ഭാഗത്തായിട്ട് ചെറിയൊരു വെളുത്ത കുരുപ്പായിട്ട് ഉണ്ട് കേട്ടോ. ശരി. അത് ഭാവിയിൽ എന്തെങ്കിലും ദോഷം ചെയ്യുമോ? തട്ടല് വേദന ഒന്നുമില്ല. ഒരു കണ്ണിലേ ഉള്ളൂ? ഒരു കണ്ണിലേ ഉള്ളൂ. അപ്പൊ അത് കണ്ണിന്റെ മൂക്കിന്റെ ഇടയ്ക്കുള്ള ഭാഗത്താണോ അതോ
മറ്റേ സൈഡിലാണോ? കൃഷ്ണമണിയോട് ചേർന്ന്. കൃഷ്ണമണിയോട് ചേർന്ന് മൂക്കിനോട് ഉള്ള അടുത്തുള്ള സൈഡിലാണോ മറ്റേ സൈഡിലാണോ? എന്താണ് കേട്ടില്ല? കണ്ണിന്റെ കൃഷ്ണമണിക്ക് 2 സൈഡില്ലേ? ആ, അതിന്റെ മൂക്കിനോട് ചേർന്ന സൈഡിലാണോ അതോ? മൂക്കിനോട് ചേർന്ന സൈഡിലാണ്. ശരി, അതിങ്ങനെ കുരു എന്ന് പറയുന്നത് ഇച്ചിരി പൊങ്ങിയിരിക്കുന്നത് അതല്ലേ ഉദ്ദേശിക്കുന്നത്? നോക്കുമ്പോ ഒരു വെളുത്ത പാട പോലെ കാണാൻ സാധിക്കും. ശരി, മനസ്സിലായി. കാണാൻ ചെറിയൊരു കുരുപ്പ് പോലെ തോന്നിക്കുന്നു. ശരി, എന്താ ജോലി? വർക്ക് ചെയ്യുന്നില്ല. എത്ര നാളായി ഇത് കണ്ടിട്ട്? ഇതിപ്പം 2 മാസമായി. എത്ര വയസ്സുണ്ട്? എനിക്ക് 40. വേറെ കൊളസ്ട്രോൾ പോലെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ശരി, ഇപ്പൊ ഈ പറഞ്ഞത് കേട്ടിട്ട് ഈ കണ്ണിന്റെ കൃഷ്ണമണിയുടെ ഒരു സൈഡില് ഒരു ചെറിയ തടിപ്പാണ്, വെള്ള നിറമാണ്. വെള്ളം മാത്രമാണോ അതോ മഞ്ഞ കലർപ്പുണ്ടോ? ചെറുതായിട്ട് മഞ്ഞയുണ്ടോ? ഇല്ല, വെള്ളയാണ്. ഓക്കെ, അപ്പൊ ഇത് ശരി. അപ്പൊ ഇത് 2 കാര്യങ്ങളാകാം. ഒന്ന് പിങ്കക്കുല എന്ന് പറഞ്ഞ അസുഖം. അത് ഒരു സീരിയസ് ആയിട്ടുള്ള രോഗമൊന്നുമല്ല. നമ്മുടെ ഈ കണ്ണിന്റെ കൃഷ്ണമണിയുടെ സൈഡിലുള്ള വെള്ള തൊലിയുടെ അടിയിൽ ഈ കൊഴുപ്പ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ അടിഞ്ഞു കൂടുന്നതാണ്. അപ്പോൾ ഒരുപാട് വെയിൽ കൊള്ളുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വരാം. ഒരു വെയിലും കാറ്റും കൊള്ളുകയോ ഒരുപാട് യാത്ര ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സാധാരണഗതിയിൽ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ടെറിജിയം എന്ന് പറഞ്ഞ ചെറിയൊരു പാട വളർച്ചയാകാം. ഇത് രണ്ടാണെങ്കിലും അത്ര സീരിയസ് ആയിട്ടുള്ള അസുഖമല്ല. അത് കൂടാതിരിക്കാനായിട്ട് കണ്ണിന്റെ ലൂബ്രിക്കേഷൻ കൂട്ടുന്ന കൃത്രിമ കണ്ണുനീര് പോലെയുള്ള മരുന്നുകൾ ഒഴിച്ചാൽ മതി. പിന്നെ അത് വളരെ വലുതാവുകയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ചുവപ്പ് ഉണ്ടാകുന്നു, റെഡ് കളർ ഉണ്ടാകുന്നു, ഇടയ്ക്ക് തട്ടലുണ്ടാകുന്നു, വേദനയുണ്ട്, വേറെ എന്തെങ്കിലും അസ്വസ്ഥത കാഴ്ചയെ ബാധിക്കുന്നെങ്കിൽ മാത്രം അത് സർജറി വഴി എടുത്തു കളയുന്നതിനെ പറ്റി ആലോചിക്കാം. അല്ലാതെ അത് കണ്ണിലെ പ്രഷറുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. കൊളസ്ട്രോൾ ആണ് പ്രാഥമികമായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ശരി, ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ, ഇപ്പോ നമ്മുടെ ഈ ഒരു ഗ്ലോക്കോമയുടെ ഒരു ഇത് കൂടി വരികയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതായത് പ്രഷർ, അതായത് കണ്ണില് പ്രഷർ കൂടിയിട്ടുണ്ടാകുന്ന ഒരു രോഗമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇപ്പോൾ മൊബൈൽ ഫോണിന്റെ യൂസേജ് കൊണ്ടോ അല്ലെങ്കിൽ സ്ക്രീൻ ടൈമിന്റെ യൂസേജ് കൂടുതലാകുന്നത് കൊണ്ടാണോ ഇങ്ങനെ വരാനുള്ള സാധ്യത കൂടുതലാവുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. ആക്ച്വലി മൊബൈൽ ഫോൺ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, ഞാനും ഉപയോഗിക്കുന്നുണ്ട്. സ്ക്രീൻ ടൈം കൂടുതലാണ്. പക്ഷെ അതും ഗ്ലോക്കോമയായിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ ഗ്ലോക്കോമ രോഗികൾ കൂടുതലാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ ഗ്ലോക്കോമ ഉള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതേ ഉള്ളു കാരണം. അല്ലാതെ ഇന്നും ഗ്ലോക്കോമ രോഗികൾ അത്രയും ഉണ്ട്, പണ്ടും അത്രയും തന്നെ ഉണ്ട്. രോഗികൾ ഉണ്ടാവുന്നതിന്റെ നമ്പർ പെട്ടെന്ന് കൂടിയിട്ടൊന്നുമില്ല, എപ്പിഡമിക് ആയിട്ട് പെട്ടെന്ന് കൂടുന്നൊന്നുമില്ല. പക്ഷേ ഗ്ലോക്കോമ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ ഇപ്പൊ കൂടുതലാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഈവൻ ഒരു 25-30 വർഷത്തിന് മുമ്പ് നമ്മള് കാഴ്ച കുറയും, തിമിരം ഉണ്ടോ എന്ന് നോക്കും, തിമിരം ഓപ്പറേഷൻ ചെയ്യും. ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ അതിന് 1-2 മരുന്നേ ഉള്ളൂ. അതിന്റെ സർജറി ഇപ്പോൾ ഉള്ളതിലും വളരെ റിസ്കിയാണ്, ചെയ്യുന്ന സ്ഥലങ്ങളും കുറവാ. അപ്പൊ തിമിരം ഉണ്ടാകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യും. ചിലർക്ക് കാഴ്ച കിട്ടും, ചിലർക്ക് കാഴ്ച കിട്ടില്ല. കിട്ടാത്തതിന് ഗ്ലോക്കോമയോ മറ്റു അസുഖങ്ങളൊക്കെ കാരണമാകാം. അപ്പൊ ഒഫ്താൽമോളജി ഇപ്പം വളരെയധികം അഡ്വാൻസ് ചെയ്തു. ഇപ്പം നമ്മള് മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെന്റ്സും ടെക്നോളജി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫീൽഡാണ് ഒഫ്താൽമോളജി. അപ്പൊ നമുക്കിപ്പോ കണ്ണിനകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് വയറിനകത്താണെങ്കിൽ നമുക്ക് കൈകൊണ്ട് പ്രസ് ചെയ്ത് നോക്കിയാൽ ഏകദേശം അറിയാം, അല്ലെങ്കിൽ സ്കാൻ ചെയ്താൽ അറിയാം. കണ്ണിനകത്തെ കാര്യങ്ങളൊക്കെ ഈ പരിശോധിക്കുന്ന ആളിന് നേരിട്ട് കാണാം. കണ്ണിന്റെ ഞരമ്പാണെങ്കിലും നേരിട്ട് കാണാം. അത് മാഗ്നിഫൈ ചെയ്ത് വലുതാക്കി കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും. നമുക്ക് കാഴ്ച ടെസ്റ്റ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. സെൻട്രൽ വിഷൻ ചെക്ക് ചെയ്യാൻ മാർഗമുണ്ട്, സൈഡ് വിഷൻ ചെക്ക് ചെയ്യാൻ മാർഗമുണ്ട്. കാഴ്ചയിൽ നമ്മുടെ ഓരോ പോയിന്റിനും എത്ര സെൻസിറ്റിവിറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ മാർഗങ്ങളുണ്ട്. കണ്ണിന്റെ ECG പോലത്തെ സാധനമുണ്ട്, ERG എന്ന് പറയും. അതുപോലെയുള്ള ഒരുപാട് പുതിയ ടെസ്റ്റുകളും മറ്റും വന്നിട്ടുണ്ട്. പിന്നെ ഈ അസുഖം ഉണ്ടെന്ന് ഇപ്പൊ കൂടുതൽ ആൾക്കാർക്ക് അറിയാം. ഒരു 40 വർഷം മുമ്പ് എത്ര പേർക്ക് അറിയാം ഗ്ലോക്കോമ? ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഗ്ലോക്കോമ എന്നുള്ള വേർഡ് വാക്കെങ്കിലും കേട്ടിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ ഒരു ഗ്ലോക്കോമ ഉള്ള ആളെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ചാൻസ് കൂടുതലാണെന്നും പലർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള അവബോധവും അതിനെപ്പറ്റിയുള്ള ഡോക്ടർമാരുടെ ഇടയിലുള്ള അവബോധവും, ഈവൻ കണ്ണിന്റെ ഡോക്ടർമാരല്ലാത്തവർക്ക് പോലും ഗ്ലോക്കോമ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അത് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് അവർക്കും അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഈ ഗ്ലോക്കോമയുടെ ടെസ്റ്റിംഗ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഗ്ലോക്കോമ കുറെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ നമ്പർ കൂടിയേക്കുന്നത്. അല്ലാതെ പണ്ടത്തിനെ അപേക്ഷിച്ച് കൂടി വരികയാണ്. ഒരു ചെങ്കണ്ണ് പടർന്നു പിടിക്കുന്ന പോലെ, അല്ലെങ്കിൽ കോവിഡ് പടർന്നു പിടിക്കുന്ന പോലെ അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല. കൂടുതൽ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഒരു അവബോധം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ഓക്കെ. അപ്പോൾ ഈ പ്രായം, അതായത് എത്ര പ്രായം മുതലാണ് നമ്മൾ ഈ ഒരു രോഗാവസ്ഥയിൽ എത്തിച്ചേരുന്നത്?
സാധാരണഗതിയിൽ ഒരു 40 വയസ്സിന് ശേഷമാണ് ഈ ഗ്ലോക്കോമ ഉണ്ടാകാൻ നമുക്ക് റിസ്ക് കൂടുതൽ. ഈ ഗ്ലോക്കോമ ഉണ്ടാവാനായിട്ട് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് പ്രായം കൂടുന്നോറും, ഓരോ വർഷം പ്രായം കൂടുന്നോറും നമുക്ക് റിസ്ക് കൂടുതൽ. ഒരു 40 വയസ്സുള്ള ആൾക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു 100 പേരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 പേർക്ക് ഗ്ലോക്കോമ കാണും. പക്ഷെ അതിൽ ഈ 2 പേരെയും കണ്ടുപിടിക്കണമെന്നില്ല. ഉള്ളവരിൽ പകുതി പോലും നമ്മൾ കണ്ടുപിടിക്കാറില്ല. ഞാൻ നേരത്തെ ഒരു പ്രായമുള്ള ആൾ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ, 80 വയസ്സാണെങ്കിൽ അതിൽ ചിലപ്പോൾ 10 പേർക്ക് കാണും. അതിൽ പകുതി ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളൂ. അതാണ്, പ്രായമാണ് ഒരു റിസ്ക് ഫാക്ടർ. പിന്നെ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഹയർ ചാൻസാ. നമ്മുടെ രക്തബന്ധമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ സാധ്യത ഉണ്ട്. പിന്നെ ചില ഇപ്പൊ ആഫ്രിക്കൻസ്, ഈ നിഗ്രോ വംശത്തിലുള്ള ആൾക്കാർക്ക് ചാൻസ് കൂടുതലാണ് ചില ഗ്ലോക്കോമ. പിന്നെ ഷുഗർ ഉള്ളവർക്ക് റിസ്ക് കൂടുതലാണ്. പിന്നെ ഷോർട്ട് സൈറ്റ്, മയോപ്പിയ, അതിനുവേണ്ടി കണ്ണട വെക്കുന്നവർക്ക്, ഷോർട്ട് സൈറ്റ് ഉള്ളവർക്ക് സാധാരണ ആൾക്കാരെ അപേക്ഷിച്ച് ഗ്ലോക്കോമ വരാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഒരാൾക്ക് പ്രായം കൂടിക്കൂടി വരികയാണ്, അയാളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമയുണ്ട്, അയാൾക്ക് ഷോർട്ട് സൈറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഡെഫിനറ്റ്ലി ഹയർ റിസ്ക് ആണ്. ഇത് കൂടാതെ ചില ആൾക്കാർക്ക് കണ്ണിന്റെ കൃഷ്ണമണിക്ക് കനം കുറവാ, അവർക്കും റിസ്ക് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സിന്റെ കൂടെ നമുക്കിപ്പോ BP വരുന്നു, അല്ലെങ്കിൽ നമ്മൾ പുക വലിക്കുന്നു, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഗ്ലോക്കോമ വരാനുള്ള ചാൻസ് കൂട്ടും. അതുകൊണ്ട് 40 വയസ്സ് കഴിഞ്ഞ് എല്ലാ മനുഷ്യരും റെഗുലർ ഐ ചെക്കപ്പിന്റെ കൂടെ കണ്ണിന്റെ പ്രഷറും കൂടെ ചെക്ക് ചെയ്യണം. കണ്ണിന്റെ പ്രഷർ കൂടുതലാണെങ്കിൽ ഗ്ലോക്കോമ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അറ്റ്ലീസ്റ്റ് 1 വർഷത്തിലൊരിക്കലോ മിനിമം 2 വർഷത്തിലൊരിക്കലോ ചെക്ക് ചെയ്തിരിക്കണം. അത് അത്യാവശ്യമാണ്. ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും നമ്മുടെ സമയം ഏകദേശം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് പ്രിയ ശ്രോതാക്കളോട് ഡോക്ടറിന് പറയാനുള്ളത്? എന്തായാലും ഈ ഒരു വാരം എന്ന് പറയുന്നത് ഗ്ലോക്കോമ വാരമായിരുന്നല്ലോ. അപ്പോൾ ഇതിന്റെ ഒരു കാര്യം, ആ ഒരു വൈൻഡപ്പിംഗ് സ്റ്റേജിൽ എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പോ ഈ ഗ്ലോക്കോമ വാരമൊക്കെ ആചരിക്കുന്നത് 2 കാര്യങ്ങൾ ഇതിനകത്ത് നമ്മളൊരു മെസ്സേജ് എന്ന് പറയാൻ ഇത്രേ ഉള്ളൂ. ഒന്ന്, കഴിയുന്നത്ര ആൾക്കാർ ഗ്ലോക്കോമ എന്ന് പറഞ്ഞൊരു അസുഖം, അങ്ങനെ ഒരു അസുഖം ഉണ്ട്, ആ വാക്കെങ്കിലും എല്ലാവരും കേട്ടിരിക്കണം. എന്നിട്ട് ഈ അസുഖം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് അല്പം പോലും കാഴ്ച നഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ള ചികിത്സയുണ്ട്. വെറും തുള്ളിമരുന്ന് ഒഴിച്ചാൽ മതി, വലിയ ചെലവുമില്ല തുടക്കത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം. 40 വയസ്സ് കഴിഞ്ഞാൽ എന്തായാലും കണ്ണിന്റെ പ്രഷർ ഉൾപ്പെടെ എല്ലാ വർഷവും ചെക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ വളരെ നല്ലത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തൊരു അവബോധമായിട്ട് പറയാനായിട്ടുള്ളൂ. പിന്നെ കണ്ണിന്റെ കാര്യമായതുകൊണ്ട് ഇപ്പൊ കാഴ്ച കുറയുന്നു, അത് പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ടൊരു പ്രിവെന്റീവ് ചെക്കപ്പ് നന്നായിരിക്കും. ഈ കാലത്ത് എല്ലാവർക്കും മൊബൈൽ ഫോണൊക്കെ ഉണ്ട്, എല്ലാവരും വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ നീട്ടി വെക്കാതെ എന്തെങ്കിലും ചെറിയ പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് ചെക്ക് ചെയ്യണം. പിന്നെ ആട്ടെ എന്ന് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലം ഓസാനം ഐ സെന്ററിലെ കൺസൾട്ടന്റ് ഒപ്താൽമിക് സർജൻ ഡോക്ടർ കിരൺ ബാലഗോപാലാണ്. ഡോക്ടറിന്റെ വിലയേറിയ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും റേഡിയോ ബെൻസികളുടെ പേരിൽ നന്ദി പറയുകയാണ്. നന്ദി ഡോക്ടർ. നന്ദി. അപ്പൊ ഇത്രയും നേരം അവരുടെ സംശയങ്ങളൊക്കെ പങ്കുവച്ച റേഡിയോ ബെൻസിക ശ്രോതാക്കൾക്കും എന്റെ നന്ദി പറയുന്നു.